ആയുസ്സിനെ സംബന്ധിക്കുന്ന ശാസ്ത്രമാണ്, അറിവാണ്. വേദം പറഞ്ഞ വിധി ജ്ഞാനേതി, അറിവാണ്. അത് അഞ്ചാമത്തെ വേദമായിട്ട് കണക്കാക്കും. ആയുഷപാലനം വേദം ഉപവേദം അഥർവണ, അഥർവ വേദത്തിന്റെ ഉപവേദമായിട്ടും ആയുർവേദത്തിനെ കണക്കാക്കുന്നു. എങ്ങനെയായാലും എല്ലാ വേദങ്ങളുടെ സാരാംശവും വേദാന്തത്തിന്റെ സംഗ്രഹവും മനുഷ്യന് വേണ്ടതൊക്കെ ചേർത്ത് ഇണക്കി ഈ എന്താണ് ജീവിതം, എന്തിനാണ് ജീവിതം എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനായിക്കൊണ്ടാണ് അഷ്ടാംഗഹൃദയം മുൻതൂക്കം കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാം. പരമപ്രധാനമായിട്ടുള്ളത് ഇപ്പോ നമുക്ക് രാഗാദികളെ, മാനസിക വികാരങ്ങളായിട്ടുള്ള കാമക്രോധ ഭയാദികൾ, അതിനെ ശരീരത്തിനും മനസ്സിനും ഒരുപോലെ വ്യാപിച്ച് ശരീരമില്ലാതെ തന്നെ അത് നമ്മുടെ ജീവനെ സ്വാധീനിക്കാൻ ശേഷിയുണ്ട് എന്ന് അത് മനസ്സിലാക്കാം. അതുകൊണ്ടാണ് അശേഷകായ പ്രസുതാൻ അശേഷാൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ശേഷിക്കാണ്ട് അടുത്ത ശരീരത്തിലേക്ക് കൂടി അത് കൈമാറപ്പെടും, അത് മാറ്റപ്പെടും, അതിന് വിധേയമാകും. ഇപ്പോഴുള്ള നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം, നമ്മുടെ ഈ ക്ലേശങ്ങളെല്ലാം സൂക്ഷ്മരൂപേണ അടുത്ത ശരീരത്തിലേക്കും വന്ന് അത് പുനർജനിക്കും. അതിനെ പരിഹരിക്കാനായിക്കൊണ്ടാണ് ഈ ജന്മം. കർമ്മദോഷത്തിനെ പരിഹരിക്കാനാണ് ജന്മം. അതുകൊണ്ട് നമ്മൾ ഈ ശരീരത്തിൽ ഇരുന്നുകൊണ്ട്, നമ്മുടെ പഞ്ചഭൗതിക ശരീരത്തിൽ ഇരുന്നുകൊണ്ട് നന്നായി ചിന്തിച്ച് മറ്റു സമസ്ത ജീവരാശിക്കും നന്മ വരുന്ന രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അതാണ് ഈ ദിനചര്യ അധ്യായം. ദിനചര്യ നമ്മുടെ ശരീരത്തെ ശുദ്ധിയാക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. അല്ലാതെ ഈ അനുയായാൽ പ്രതിപദം സർവധർമ്മേഷു മധ്യമം എന്നും പറഞ്ഞു. അതുകൂടാതെ തന്നെ ആത്മവൽ സതതം പശ്യേതപി കീടപിപീലികം, റുമ്പിനെ പോലും കീടങ്ങളെ പോലും ആത്മസ്വരൂപമായിട്ട് കാണണം. ശരീരത്തിന് മാത്രമേ മാറ്റമുള്ളൂ, ജീവൻ എല്ലാവരുടെയും ഒന്നാണ് എന്ന് ആണ് അതിന് നമ്മൾ എടുക്കേണ്ട അർത്ഥം. അത് മനസ്സിലാക്കേണ്ടത് ജീവൻ എല്ലായിടത്തും എല്ലാറ്റിലും ഒന്ന് തന്നെ, പക്ഷേ ശരീരത്തിന് മാത്രമേ മാറ്റമുള്ളൂ. ജീവനെ സ്വാധീനിക്കാൻ ഇപ്പൊ വൈറസിന് കഴിയുമോ? കഴിയില്ല. വൈറസ് ഒരു ഭൗതിക വസ്തുവാണ്, ശരീരം പോലത്തെ. അത് അതിന്റെ രീതി അത് വളരെ സൂക്ഷ്മമാണോ എന്ന് തന്നെ പറയാൻ പറ്റില്ല. അതിലും അതീവ സൂക്ഷ്മമാണ്, സൂക്ഷ്മതമം ആണ്. അത് സൂക്ഷ്മതമങ്ങളായിട്ടുള്ള ഗണവിശേഷങ്ങളെയാണ് കണക്കാക്കുന്നത് ഭൂതങ്ങൾ എന്ന് പറയും. അപ്പൊ അത്രയും സൂക്ഷ്മ രൂപേണയുള്ള അണുക്കളെ നമ്മുടെ ശരീരത്തിലും മറ്റും വ്യാപിച്ച് കുറെ ഗുണങ്ങളും ചെയ്യും, കുറെ ദോഷങ്ങളും ചെയ്യും. ഗുണദോഷ സമ്മിശ്രമാണ്. അത് ദോഷം ചെയ്യല് ഇപ്പൊ കൂടി വരികയാണ്. ഇപ്പൊ ഈ സാംക്രമിക രോഗങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അതിന്റെ ദോഷാംശം കൂടി വരുന്നു. അപ്പൊ അതിനെ എങ്ങനെ നമ്മുടെ ശരീരത്തിൽ നിന്ന് മാറ്റാം, ശരീരത്തിൽ നിന്ന് എങ്ങനെ അകറ്റി നിർത്താം എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇപ്പോ ഇവിടുത്തെ കാലാവസ്ഥയിൽ, ഇവിടുത്തെ സ്ഥിതിയിൽ, കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിൽ ഇപ്പോഴുള്ള സാംക്രമിക രോഗം വളരെയധികം വ്യാപിച്ചിരിക്കുന്നു. ലോകത്തിലെ തന്നെ പറയാം, കൂടുതൽ വ്യാപിച്ചിരിക്കുകയാണ്. ഇപ്പൊ കുറച്ച് 2 ദിവസമായിട്ട് കമ്മിയായി, അതിന് വളരെ കൂടുതലാണ് കേരളത്തിലൊക്കെ രണ്ടാമത്തെ അറിവ്. അപ്പൊ ഈ കൊറോണ രോഗം എന്ന് പേരിട്ടുള്ളത് വരാനുള്ള കാരണത്തെ ഒഴിവാക്കാൻ ഒരു ചെറുവിരൽ അനക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സത്യം. വാക്സിനേഷനും മാസ്കും അതൊക്കെ വേണം, ശരിയാണ്, എല്ലാം വേണം. പക്ഷെ ഈ രോഗം വരാനുള്ള കാരണത്തിനെ കണ്ടുപിടിക്കുക, അതിനെ ഒഴിവാക്കുക,
അത് വേണ്ട. അതും ഇല്ലെങ്കിൽ അത് നമുക്ക് സാധിക്കില്ല എങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുക. ശരീരം ഉണ്ടാവുന്ന ആഹാരത്തിനാണ്, സിമ്പിളാണ്. അപ്പൊ ആഹാരത്തിൽ ഹിതമിതമായിട്ടുള്ള ആഹാരങ്ങൾ ഉപയോഗിച്ചാൽ, ഹിതവും മിതവുമായിട്ട് ഉപയോഗിച്ചാൽ പ്രതിരോധശേഷി കൂടും. അപ്പോ ദിനചര്യ ശരിക്ക് അനുസരിച്ചാൽ പ്രതിരോധശേഷി കൂടും. ഭക്ഷണക്രമം കൃത്യമായി അനുസരിച്ചാൽ പ്രതിരോധശേഷി കൂടും. ഇപ്പോ പഴകിയ ഭക്ഷണം, വിശേഷിച്ചും മാംസാഹാരങ്ങൾ പഴകിയത്, പാകം ചെയ്ത് പഴകിയത്, ഗതയാമമായിട്ടുള്ളത് അമേധ്യം തന്നെയാണ് പറയുന്നത്. അത് ദഹിക്കാനുള്ള ശേഷി നമുക്ക് കുറവാണ്. അഥവാ അതിൽ നിന്നുള്ള അണുക്കൾ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വ്യാപിക്കും, ശേഷി കുറയും, പ്രതിരോധശേഷി കുറയും, ദഹനശക്തി കമ്മിയാവും. അപ്പൊ ദഹനശക്തി കൂട്ടാൻ എന്താ മാർഗം? ദഹനശക്തി കൂട്ടാനാണ് ശുണ്ഠി. എന്നാൽ ദോഷമൊന്നും ചെയ്യൂല. ശുണ്ഠി പറഞ്ഞാൽ ചുക്ക്. കടുകാഭി ശുണ്ഠി സ്നേഹൗഷ്ണി ഗൗരവസ്തുന മാതം ജനയതി. ശുണ്ഠിയും ധാന്യവും, മല്ലി, പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ മഞ്ഞൾ, കൊറിയൻഡർ, ഇതൊക്കെ അണുനശീകരണ സ്വഭാവമുള്ള, ദഹനശേഷി കൂട്ടുന്ന, അഗ്നിദീപ്തി ഉണ്ടാക്കുന്ന ദ്രവ്യങ്ങളാകും. അപ്പൊ നമ്മള് ഇപ്പോ 8ാം അധ്യായം, ഒരു അധ്യായമുണ്ട് മാത്രാശീതി. മാത്രാശീതി എന്ന് പറഞ്ഞാൽ മാത്ര എത്രയാണ്, നമ്മള് കഴിക്കുന്ന മാത്ര എത്രയാണ് വേണ്ടത്, അളവ് എത്രയാണ്, ഭക്ഷണത്തിന്റെ മാത്ര എത്രയാണ്. ഭക്ഷണത്തെ സംബന്ധിച്ചാണ് കൂടുതൽ മുൻതൂക്കം കൊടുത്തിരിക്കുന്നത്. അപ്പോ ദഹനശേഷി അനുസരിച്ച് നാം കഴിക്കുന്ന ആഹാരത്തിന്റെ രീതി അനുസരിച്ച്, ആഹാരത്തിന്റെ ഭേദമനുസരിച്ച്, ഗുരു ലഘു ഭേദേന അനുസരിച്ച്, ഗുരുത്വമുള്ള ആഹാരമാണെങ്കിൽ അത് ദഹിക്കാൻ പ്രയാസം ഉണ്ടാവും. ലഘുത്വമുള്ളതാണെങ്കിൽ, ഇപ്പൊ മധുര മുതലായതാണെങ്കിൽ അത് പെട്ടെന്ന് ദഹിക്കും. പൊറാട്ട പെട്ടെന്ന് ദഹിക്കില്ല. അങ്ങനത്തെ ഗുരുലഘുവായിട്ടുള്ള ആഹാരങ്ങള് നമുക്ക് കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ മാത്ര, ഡോസ്, അളവുകൾ ഉണ്ടാക്കണം ദഹനശേഷിക്ക് അനുസൃതമായിട്ട്. സ്വാദിഷ്ടമായിട്ടുള്ള ആഹാരമാണെങ്കിൽ അത് നിറയെ മൂക്കറ്റം കഴിക്കുക എന്നുള്ളത് ശരിയല്ല. ഹിതബുക്കാവണം, മിതബുക്കാവണം. ഹിതമായിട്ടുള്ള ആഹാരം മിതമായി സേവിക്കുക, ഇതാണ് അതിൻ്റെ ശരിയായ രീതി. അതിനെ സംബന്ധിച്ചുള്ള ഒരു അധ്യായമാണ് മാത്രാശീതി. മാത്രാദ്രവ്യാന്യ അപേക്ഷന്റെ ഗുരുണ്യപി ലഘൂന്യപി. ദ്രവ്യങ്ങളെ അപേക്ഷിച്ച് മാത്രം നിശ്ചയിക്കണം. ഇപ്പൊ ഗോതമ്പിന്റെ രീതിയല്ല അരിക്ക്, അതല്ല യവത്തിന്, അതല്ല പച്ചക്കറികൾക്ക്. അപ്പോ ദഹിക്കാൻ പ്രയാസമുള്ളവ കുറച്ച് കഴിക്കുകയും ദഹിക്കാൻ എളുപ്പമുള്ളവ കുറച്ച് കൂടുതൽ കഴിക്കുകയും ചെയ്ത് ആഹാരത്തിന്റെ അളവിന് നമ്മൾ ക്രമീകരിക്കണം. അതും എത്രേ പാടൂ? നമ്മുടെ ആമാശയത്തിന്റെ പകുതി. ശരി, ആമാശയത്തിന്റെ പകുതി കുളി കഴിഞ്ഞോ? ആമാശയത്തിന്റെ പകുതി ആഹാരം, ബാക്കി പകുതി കാൽഭാഗം ജലം, ബാക്കി കാൽഭാഗം ഒഴിച്ചിടും. ആശയം പവനാധീനം ചതുർത്ഥം അവശേഷിയിൽ എന്ന് പറയും. അപ്പോ 4/1 ഭാഗം ഒഴിച്ചിടുക, 4/1 ഭാഗം ജലം, ബാക്കി പകുതി ഭാഗം ആഹാരം. ഇതാണ് അതിൻ്റെ അളവ്. അത് നമ്മൾ ഓരോ വ്യക്തിഗതമായിട്ടുള്ള ആണത്. ഓരോ വ്യക്തിക്കും വ്യത്യസ്തമായിരിക്കും അത്. അപ്പോൾ എനിക്കുള്ളതാവില്ല വേറൊരാൾക്ക്, അതല്ല വേറൊരാൾക്ക്. ഇപ്പൊ എന്താ പ്രശ്നം വെച്ചാല്, ചെറുപ്പകാലം മുതലേ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവരുടെ വായിലിങ്ങനെ ഒഴിച്ചു കൊടുത്ത് അവരിങ്ങനെ കഴിച്ചോളും. സ്വാദിഷ്ടമാണ്, കൂടുതൽ കഴിച്ചോളും. അങ്ങനെ ആമാശയത്തിന്റെ കപ്പാസിറ്റി കൂട്ടി. നമുക്ക് ആവശ്യമുള്ള ഭക്ഷണം കൊടുത്താൽ മതി, ജീവൻ നിലനിൽക്കാനുള്ള കൊടുത്താൽ മതി. അത് ചെയ്യില്ല, വയറ് നിറച്ചു കൊടുക്കും. അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവും, ദഹിക്കില്ല, ഛർദിക്കും, മറ്റു പല രോഗങ്ങളൊക്കെ ഉണ്ടാവും, അജീർണം ഉണ്ടാവും, ആമം ജനിക്കും. അങ്ങനെ പല രോഗങ്ങളും, ആമദോഷം വരും, വിഷൂചിക വരും, അധ്യശനം കൊണ്ടുണ്ടാവുന്ന രോഗങ്ങൾ വരും, അകാല ഭോജനം,
ഇപ്പൊ ഏറ്റവും കൂടുതൽ അകാല ഭോജനാണ്. അകാലേ ബഹു അല്പം ഭുക്തന്ത് വിഷമാശനം. വിഷമാശനം കൂടിയിരിക്കുക. ഒരു ദിവസം ആഹാരകാലത്തില് ചില ആൾക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികൾക്കോ അല്ലെങ്കിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ ചിലപ്പോൾ സാധിച്ചൊന്നുമല്ല. ഇപ്പോഴത്തെ IT ഫീൽഡിലുള്ള കോളേജിൽ പഠിക്കുന്നവർക്കോ അതെ. അവര് രാവിലത്തെ ഭക്ഷണം വൈകുന്നേരം കഴിക്കും. 2 നേരത്താണ് ആഹാരകാലം ആയുർവേദത്തിൽ പറഞ്ഞത്. സായം പ്രാതം, പ്രാതകാലത്തും വൈകുന്നേരത്തും. ഉച്ചഭക്ഷണം പറഞ്ഞിട്ടില്ല. അപ്പൊ കഴിക്കുമ്പോൾ ഇതേപോലെ നമുക്ക് എങ്ങനെ കഴിക്കണം, എത്ര കഴിക്കണം എന്നൊക്കെയാണ് അതിൻ്റെ നിഷ്കർഷിക്കുന്നത്. അത് ഓരോ രീതിയിൽ ഉള്ള ആഹാരങ്ങൾ ഓരോ രീതിയിൽ നമ്മൾ അവസ്ഥാനുവിധാനമായിട്ട് അധികം സ്പീഡിലും അധികം പതുക്കെ അല്ലാതെ കഴിക്കണം. അത് മധുരപ്രായമായിട്ടുള്ളതായിരിക്കും. പ്രായണ മധുരരസത്തിന് ആധിക്യം കൊടുക്കുക. അപ്പൊ ചോറ് കഴിക്കുകയാണെങ്കിൽ പിന്നെ മധുരത്തിന്റെ ആവശ്യമില്ല, അത് മധുരരസം തന്നെയാണ്. ഗോതമ്പ് പോലെ അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലാണ്ട് പഞ്ചസാര ചേർക്കണം എന്ന് പറയുന്നില്ല. നെയ്യ് കൂട്ടി ഭക്ഷണം കഴിക്കാൻ കുറച്ചൊരു സ്പൂണെങ്കിലും ദിവസം നെയ്യ് ഉപയോഗിക്കാം. നല്ല പശു നെയ്യാണെങ്കിൽ അത് തൈരിൽ നിന്ന് എടുക്കുന്ന വെണ്ണ ഉരുക്കിയെടുത്തുള്ള നെയ്യാവണം. പാലിൽ നിന്ന് എടുക്കുന്ന നെയ്യാവുമ്പോൾ കുറച്ച് ഗുണം കുറയും. പാലിന്റെ പാടെടുത്ത് വെച്ചിട്ട് അത് ഉരുക്കി നെയ്യാക്കുന്ന സ്വഭാവം ഉണ്ടപ്പോൾ ആ നെയ്യിന് ക്വാളിറ്റി കുറവാണ്. ഒരേ പാൽ തന്നെയാണെങ്കിലും ക്വാളിറ്റി കുറവാണ്. തൈരാക്കിയിട്ട് തൈരിൽ നിന്നുള്ള കടഞ്ഞെടുത്തിട്ടുള്ള വെണ്ണ എടുക്കുകയാണെങ്കിൽ അത് ഉരുക്കിയിട്ട് ഉണ്ടാക്കുന്ന നെയ്യാണെങ്കിൽ അതാണ് ഏറ്റവും നല്ല നറുനെയ്യ് എന്ന് പറയും. അതൊരു സ്പൂണിലും ചേർത്ത് ഭക്ഷണം കഴിക്കുക. അപ്പൊ മധുരസായി. പിന്നെ നമ്മുടെ ചുറ്റുപാടുള്ള ജീവജാലങ്ങൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുക. വീട്ടിലുള്ളവർക്ക് ആരും പട്ടിണി കിടക്കാൻ പാടില്ല. നമ്മുടെ വളർത്തു മൃഗങ്ങൾ, നമുക്ക് വേണ്ട ബന്ധുക്കള്, മിത്രങ്ങള്, ഗുരുനാഥന്മാര് ഭക്ഷണം കഴിക്കാൻ ഉണ്ടായിന്ന് വരില്ല. അപ്പൊ അവര് സങ്കല്പിക്കുക. തർപ്പയത്വ ഗുരുൻ ദേവാൻ എന്ന് പറയുന്നത്. അപ്പൊ അവർക്ക് നമ്മൾ മനസ്സിൽ സങ്കല്പിച്ച് അവർക്ക് വേണ്ടി നമ്മൾ ഒരു സങ്കല്പം കൊടുക്കുക. അതിലുപരിയായിട്ട് നമ്മുടെ മുൻവശത്തൊരു അറ്റെത്താൻ എത്ര ആൾക്കാർ പ്രയത്നം ഉണ്ടായിട്ടുണ്ടാവും. അവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ട് നമ്മൾ ഒഴിഞ്ഞ സ്ഥലത്ത് ഒന്നിച്ചിരുന്ന് കഴിക്കരുത്. സമൂഹ ഭോജനം പാടില്ല. ആ ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്തടുത്തിരുന്ന് കഴിക്കരുത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ മിത്രങ്ങളോട് ചേർന്നിരുന്ന് കഴിക്കാവൂ ഭക്ഷണം. ഹിതമായിട്ടുള്ള നല്ല ആൾക്കാരുണ്ടാക്കിയിട്ടുള്ള ഭക്ഷണം, അത് വേണ്ടപ്പെട്ടവരുണ്ടാക്കിയ ഭക്ഷണം സ്നേഹത്തോടു കൂടി വിളമ്പിത്തന്ന് കഴിക്കുക. അങ്ങനെ കഴിക്കുമ്പോൾ നമുക്കത് വേണ്ട രീതിയിൽ പചനം നടക്കും. അതിൻ്റെ ഫലമായിട്ട് മനസ്സ് ഡെവലപ്പ് ചെയ്യും. അന്നമയമാണ് മനസ്സെന്നാണ് പറയുന്നത്. അന്നമയമായ മനസ്സ് യഥാവിധി സത്വഗുണപ്രധാനമായിട്ട് മാറും. അപ്പോ സ്വാത്വിക സ്വഭാവം കൂട്ടാൻ എന്താ മാർഗം? ബുദ്ധിസമാനീ സർവേഷാം വിപരീതേർ വിപരീയെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതില് ആ സ്വാത്വികാഹാരത്തിന്റെ ശീലം എപ്പോഴും ഉണ്ടായാൽ തൽഫലമായിട്ട് അന്നമയ കോശമാണ് മനസ്സ്. അപ്പോൾ അത്തരം മനോഭാവങ്ങളും ആണ് നമ്മൾ ആവിർഭവിക്കുക. അപ്പൊ നമുക്കൊരാളെ മനോഭാവത്തിനെ മാറ്റാനും സാധിക്കും, നന്നാക്കാനും, ചീത്തയാക്കാനും നന്നാക്കാനും സാധിക്കും. നിരന്തരം തമോ ഗുണപ്രധാനമായിട്ടുള്ള ആഹാരങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, തമോ ഗുണപ്രധാനമായിട്ടുള്ള ആഹാരം എന്നുണ്ടെങ്കിൽ ഗതയാമം, ഗതരസം, ബോധിഗന്ധം, ഉച്ഛിഷ്ടമൊക്കെ അമേദ്യം, താമസപ്രിയം ഭോജനം. അപ്പോ ഗതയാമമായിട്ടുള്ള ഭക്ഷണം, പഴകിയ ഭക്ഷണം, പുനഃതപ്തമായിട്ടുള്ള ഭക്ഷണം, ഉപയോഗിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ, അത് അമിതമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും അശുചിയായിട്ട് ഉപയോഗിക്കുകയാണെങ്കിലും ഉച്ഛിഷ്ടമായിട്ടുള്ള ഉപയോഗിക്കുകയാണെങ്കിലും ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത പ്ലേറ്റിൽ നിന്ന് ചിലവരെടുക്കും. ഊണ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഷെയർ ചെയ്യും. അതിനാ പറയുന്നത് അത് ഉച്ഛിഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമ്മൾ ഒന്നിച്ച് ടേബിളിൽ നിന്ന് കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിക്കുമ്പോൾ അടുത്ത ആളുടെ പ്ലേറ്റിൽ നിന്ന് നമുക്ക് സ്വാദുള്ള ഉപ്പേരിയാണ് ഒരു പീസിന് എടുക്കാം എന്ന് വിചാരിച്ചാൽ അവർക്ക് ഇഷ്ടമാണ്. അങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്. അവര് മിത്രങ്ങളും ഒക്കെ അങ്ങനെ ഇഷ്ടമായിട്ട് കഴിക്കും. മക്കളൊക്കെ വന്ന് കഴിക്കും.
ഇഷ്ടമായിട്ട്. അപ്പൊ അവർക്കത് ആവാന്നാണ് പറയണത്. പക്ഷേ അത് ഉച്ഛിഷ്ടമായിട്ട് കണക്കാക്കുക. അങ്ങനെ സമ്മതിക്കരുത്, കുട്ടി അങ്ങനെ കഴിക്കരുത്, അത് ഉച്ഛിഷ്ടമാണെന്ന് അവർ പറഞ്ഞ് മനസ്സിലാക്കുക. ആഹാരം കഴിക്കുമ്പോൾ ഒരാളുടെ കൈ തൊട്ടത് അടുത്ത ആൾക്ക് ഉപയോഗിക്കാൻ പാടില്ല, ശുദ്ധമായിരിക്കണം. അപ്പോ നമ്മുടെ ഭക്ഷണം കഴിക്കുന്ന രീതിയെക്കുറിച്ച്, ഭക്ഷണം ഉണ്ടാക്കുന്ന ആൾക്കാരെ കുറിച്ച്, ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലത്തെക്കുറിച്ച്, ഭക്ഷണം ഉണ്ടാക്കുന്ന പാത്രങ്ങളെക്കുറിച്ച്, വിളമ്പിത്തരുന്ന രീതി, അത് കഴിക്കേണ്ട രീതി, ക്രൗഡിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, വളരെ തിരക്കായ സ്ഥലത്ത് നിന്ന് കഴിക്കാൻ പാടില്ല, ഒഴിഞ്ഞ സ്ഥലത്തിരുന്ന് കഴിക്കുക ഭക്ഷണം അതും പറയുന്നുണ്ട്. ഇപ്പോൾ യാത്ര ചെയ്യൊക്കെ ആണെങ്കിൽ നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? പറ്റില്ല. റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കഴിക്കാൻ ഒഴിഞ്ഞ സ്ഥലത്തേ പാടൂ. ഇപ്പൊ എയർപോർട്ടിൽ എവിടെയെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് പോയിട്ട് ഭക്ഷണം ഇപ്പോൾ പൊതിഞ്ഞുകൊണ്ട് നിങ്ങൾ കഴിക്കും. ഇരുന്ന് ശുചിയായ സ്ഥലത്ത് ഇരുന്ന് നമ്മൾ കഴിക്കുന്ന വൃത്തിയില്ല, എന്താ ചെയ്യുക? പുറമേ നിന്ന് കഴിക്കാൻ പറ്റില്ല, നമ്മൾ പാക്ക് ചെയ്ത് കൊണ്ടുപോകും. അത് ഒഴിഞ്ഞ സ്ഥലം നോക്കിയിരുന്ന് കഴിക്കും, ശുചിയായ സ്ഥലത്ത് നിന്ന് കഴിക്കും. അങ്ങനെയാവാം. അപ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല എന്ന് ആചാര്യന്മാരെല്ലാവരും പറയുന്നുണ്ട്. അത് രോഗജനകമാണ്. പ്രത്യേകിച്ച് ഈ ആർത്രൈറ്റിസ് മുതലായ രോഗങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആഹാരം ദഹിക്കാൻ പ്രയാസം വരും. ദഹനശേഷി വന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടായി തീരും. ദഹിക്കാൻ വൈഷമ്യം വന്നു കഴിഞ്ഞാൽ ദഹിക്കാൻ പരിസരത്തിൻ്റെതും ബാധകമാണ്. പരിസരം മലിനമാണെങ്കിൽ ആ മലിനാഹാരം നമ്മുടെ അകത്തേക്ക് ചെല്ലും. വായു മലിനമാണെങ്കിൽ അത് ചെല്ലും. അതുകൊണ്ടാണ് ഒഴിഞ്ഞിരുന്ന് കഴിക്കണം എന്ന് പറയുന്നത്. നടക്കുമ്പോഴുള്ള പൊടി, സംസാരിക്കുമ്പോഴുള്ള അണുബാധ, വായക്കൂടെ. ഇപ്പൊ മാസ്ക് ഇല്ലാണ്ട് സംസാരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴല്ലേ മാസ്ക് തുടങ്ങിയത്, മുൻപതില്ലല്ലോ. സംസാരിക്കുമ്പോൾ ആ സംസാരത്തിൽ കൂടെ വരുന്ന, നമ്മുടെ വായക്കൂടെ വരുന്ന നിശ്വാസം, മൂക്കിൽ കൂടെ വരുന്ന, പുറത്തേക്ക് വിടുന്ന വായു, വായക്കൂടെ വരുന്ന ദ്രാവകങ്ങൾ, അതിൽ കൂടെ വരുന്ന അണുക്കൾ എല്ലാം എല്ലാ ഭാഗത്തും വ്യാപിച്ച് അത് നമ്മളിലും എത്തിച്ചേരും എന്നാണ് ആയുർവേദം അനുശാസിക്കുന്നത്. അപ്പൊ അത് പ്രസംഗാൽ ഗാത്രസംസ്പർശാൽ നിശ്വാസാൽ സഹഭോജനാൽ സഹശയ്യാസനാശ്ചേപി വസ്ത്രമാല്യാനുലേപനാൽ ഔപസർഗിക രോഗശ്ച നേത്ര അഭിഷ്യന്തമേവച കുഷ്ഠം ജരശ്ച ശോഷശ്ച സംക്രമാന്തി നരാൽനരം. ഒരു മനുഷ്യരിൽ നിന്ന് വേറെ മനുഷ്യരിലേക്ക് രോഗം പരക്കുന്ന രീതിയാണ് ഈ പറഞ്ഞത്. അത് വരാതിരിക്കാനാണ് ഈ ഭക്ഷണക്രമം. നമ്മൾ സഹഭോജനം, ഒന്നിച്ചിരുന്ന് കഴിക്കുക, ഒരേ പാത്രത്തിൽ നിന്ന് കഴിക്കുക. ചില സ്ഥലത്തൊക്കെ കണ്ടിട്ടുണ്ട് ഒരു വലിയ പ്ലേറ്റ്, അതിലിങ്ങനെ വിളമ്പിണ്ടാവും, ഓരോ ഭാഗത്തും ഓരോരുത്തർക്ക് കഴിക്കും. ചില വലിയ സദ്യകൾക്കൊക്കെ കണ്ടിട്ടുണ്ട്. ഹൈന്ദവരുടെ അല്ല, മറ്റു പലരുടെയും കണ്ടിട്ടുണ്ട്. അപ്പോ അങ്ങനെ സഹഭോജനം പാടില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. സഹഭോജനം ദോഷമാണ്. അതേപോലെ വൃത്തിയായിട്ടിരുന്ന് കഴിക്കുന്ന ഭക്ഷണം, വൃത്തിയായിട്ടുള്ള സ്ഥലത്ത്, വൃത്തിയോടുകൂടി, ശരീരശുദ്ധിയും മനഃശുദ്ധിയും നോക്കിയിട്ട് വേണം കഴിക്കാൻ. ഹീനമാത്രമായിട്ടുള്ള ഭക്ഷണം കഴിച്ചാലോ, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം കുറച്ച് കമ്മിയായി കഴിച്ചു കഴിഞ്ഞാൽ അപ്പോ ബലം, ഉപചയം, ഓജസ്സോ ഒന്നും ഉണ്ടാവില്ല. ഭോജനം ഹീനമാത്രം തുന്ന ബലോപചയം ഓജസ്സാണ്. ബലം, ഉപചയം, ഓജസ്സോ ഒന്നും ഉണ്ടാവില്ല. അതിമാത്രം പുനഃസർവാൻ ആശുദോഷാൻ പ്രകോപയിൽ. അതിമാത്രമായിട്ടുള്ള ഭക്ഷണം കഴിക്കുകയാണെങ്കിലോ എല്ലാ ദോഷങ്ങളും കോപിക്കും. അത്യാപത്യ മിശ്രിതമായിട്ടുള്ള കഴിക്കുകയാണെങ്കിൽ അത് സമശനം എന്ന് പറയും. അകാലേ ബഹുവൽപ്പം ഉത്തന്തു വിഷമാശനം, അത് വിഷമാശനമാണ്. അകാലത്ത് ഭക്ഷണം കഴിക്കുന്നത്, കുറെ ജാസ്തി കഴിക്കുന്നത്, കുറേശ്ശെ കഴിക്കുന്നത് ഒക്കെ വിഷമാശനായിട്ട് കണക്കാക്കും. അതൊക്കെ രോഗകാരികളാണ്. അപ്പോ ശുദ്ധമായ ആഹാരമാണെങ്കിൽ കൂടി വിധിയാമണ്ണം അല്ലാതെ കഴിച്ചാൽ അത് രോഗങ്ങൾക്ക് കാരണമാകുന്നു. ദഹനത്തിനെ ബാധിക്കുന്നു, തൽഫലമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അബ്സോർപ്ഷനെ ബാധിക്കുന്നു, അതിന്റെ പരിണാമമായിട്ടുള്ള മൈൻഡിനെ ബാധിക്കുന്നു എന്നാണ് നമ്മുടെ ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിലെന്തെങ്കിലും സംശയങ്ങൾ വരുന്നുണ്ടെങ്കിൽ ഒന്ന് സംശയ നിവൃത്തി വരുത്തിയാൽ എളുപ്പമുണ്ട്.
ഒരു ചോദ്യം ചോദിച്ചോട്ടെ. മല്ലി വെള്ളം നല്ലതാണെന്നോ ദഹനത്തിനൊക്കെ? ജീരകവും മല്ലിയും കൂടി ഇട്ട് കഴിക്കും നല്ലതാണ്. അത് ജീരകം മല്ലി മാത്രം പോരാ, ചുക്ക് വേണം. ചുക്ക് അല്ലെങ്കിൽ ഇഞ്ചി, മല്ലി, ജീരകം, ജീരകം, മഞ്ഞൾ, അതൊക്കെ നല്ലതാണ്. കരിങ്ങാലി, ചന്ദനം, രാമൻ, ഇതാണ് കാരണം എല്ലായിടത്തും സുലഭമായിട്ടുള്ളത് ആണ് ചുക്ക്, മല്ലി, മഞ്ഞൾ, ജീരകം ഒക്കെ. കരിഞ്ജീരകം ആവാം. വെള്ളം ജീരകവെള്ളം അത് അതും ഇളം ചൂടാറിയ നന്നാവില്ല, വേഗം കേടുവന്ന് പോകും. ജീരകവെള്ളം ധാന്യങ്ങളല്ലേ, ധാന്യങ്ങളുടെ വെള്ളം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞാൽ അത് കേടുവന്ന് പോകും. തിളപ്പിച്ചാറുമ്പോഴേക്കും അത് കേടുവന്ന് പോകും. ആറണമെന്നില്ല. ഇപ്പോ അരി ഭക്ഷണം ഇളം ചൂടാവാം. ഗോതമ്പിന്റെ കൂടെ പാടുള്ളൂ. അനുപാനത്തിൽ ഈ അധ്യായത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നു, നമ്മൾ ഗോതമ്പ് കഴിക്കുമ്പോ തണുത്ത വെള്ളം, തണുപ്പിച്ച വെള്ളം. അരി ഭക്ഷണമാണെങ്കിൽ ഇളം ചൂടാവാം, ചൂടുള്ള വേണം പാടും. അത് അടുത്ത ക്ലാസ്സിൽ പറയും. ഇതേ അധ്യായം വലിയ അധ്യായം. അനുപാനങ്ങൾ വേറൊരു വിധിയാണ്. ഇപ്പൊ നമ്മള് ഓരോന്നിനും ഓരോ അനുപാനങ്ങൾ പറയുന്നുണ്ട്. ഓരോ നിങ്ങൾക്കും ഭക്ഷണത്തിനൊക്കെ അനുപാനങ്ങൾ പറയുന്നുണ്ട്. തൈരെന്തിന്റെ അനുപാനമാണ്, അതുപോലെ ഉഷ്ണോദകം, ശീതോദകം, പലതിന്റെ അനുപാനങ്ങൾ പറയുന്നുണ്ട്. അത് വിശദമായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ സാധാരണ വെള്ളം കുടിക്കുമ്പോൾ സാധാരണ ഇപ്പൊ ചില സ്ഥലത്ത് ഇപ്പോ ാകുമ്പോ ഈ തൃശ്ശൂർ ഭാഗങ്ങളിലൊക്കെ അധികം ജീരകവെള്ളം കുടിക്കും. ജീരകട്ട് ചൂടുള്ള വെള്ളത്തിൽ ജീരകട്ട് വെക്കും. എന്നിട്ട് കുറച്ച് കഴിഞ്ഞാൽ എടുത്ത് കുടിക്കും. അത് തിളപ്പിച്ച് കുടിക്കും. അത് കുറച്ച് കഴിഞ്ഞാൽ കേട് വരും. ഈ ഒറ്റപ്പാലം ഭാഗത്തൊക്കെ കരിങ്ങാലി വെള്ളം അധികം കുടിക്കുക. ചുക്ക് വെള്ളം എന്ന് പറയും. ചുക്കും കരിങ്ങാലി കുടിക്കും. ചില ആൾക്കാർ ഇപ്പോൾ പച്ചവെള്ളം മാത്രം കുടിക്കുന്ന ആൾക്കാരുണ്ട്. തിളപ്പിച്ച വെള്ളം മരിച്ച വെള്ളമാണെന്ന് പറഞ്ഞിട്ട്. അങ്ങനത്തെ ആൾക്കാർക്ക് ഈ സാംക്രമിക രോഗങ്ങൾ കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. പഴകിയ വെള്ളം എടുത്തു വെച്ചിട്ട് ഈ കലത്തിലാക്കി വെച്ച് ഒരു ദിവസം ഇത് മാറ്റി അടുത്ത ദിവസത്തിലേക്ക് മാറ്റി, അങ്ങനെ 2-3 ദിവസം മാറ്റി വെച്ച് ഉപയോഗിക്കുന്ന ആൾക്കാരുണ്ട്. അത് നല്ലതാണ്. അത് ഏറ്റവും കൂടുതൽ കണ്ടിരിക്കുന്ന ഈ മരുഭൂമി പ്രദേശങ്ങളിലാണ്. അവിടെ ഈ ഹാർഡ് വാട്ടർ ആണെങ്കിൽ അത് ഈ മൺകുടത്തിലാക്കി വെക്കും. ആക്കിയിട്ട് അത് കുറച്ച് കഴിഞ്ഞാൽ സെഡിമെന്റ്സ് ഉണ്ടാവും. അടുത്ത കുടത്തിലേക്ക്, അങ്ങനെ 2-3 കുടത്തിലേക്ക് മാറ്റി ഉപയോഗിച്ചിട്ട് അവസാനം ഉപയോഗിക്കും. അപ്പോഴേക്കും അതിന് സ്വാദ് മാറും, നിറം മാറും, ചെറിയൊരു മണത്തിന് വ്യത്യാസം ഉണ്ടാവും. ഈ പുതിയ കലത്തിന്റെ മണം ഉണ്ടാവും. അപ്പൊ അത് ശുദ്ധീകരിച്ച ജലമായിട്ട് കണക്കാക്കുക, മാറ്റിയെടുക്കുന്നത്. അവിടെ ജലക്ഷാമമുള്ള ഭാഗമാണ്. അവിടെ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പോഴത്തെ പല ഈ മിനറൽ വാട്ടർ സമ്പ്രദായങ്ങളൊന്നും അവിടെ പല നാട്ടുമ്പുറങ്ങളിലും ഇല്ല. ഈ രാജസ്ഥാന്റെ ഉൾഭാഗങ്ങളിലൊക്കെ പലയിടത്തും ഉണ്ടാകും. ഗ്രാമങ്ങളിൽ, ഡെസേർട്ടിന്റെ അടുത്ത്. അവിടുത്തെ പഴയ രീതി ഇപ്പോഴും അനുവർത്തിച്ചു വരികയാണ്. പക്ഷെ അവർക്കൊന്നും ഒരു രോഗവുമില്ല. അവരുടെ കുടലൊക്കെ, ആമാശയൊക്കെ ഈ ഇതിനോട് അഡ്ജസ്റ്റ് ആയിപ്പോയി. അവർക്കത് ദോഷം ചെയ്യുന്നില്ല. നമ്മളെ ഒന്ന് കുടിക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായി വരും. അതിന്റെ മണം നോക്കിയാൽ ബുദ്ധിമുട്ടുണ്ടാവും. ചില ആൾക്കാർ മഴവെള്ളം സംഭരിച്ച് വെച്ച് കുടിക്കുന്ന ആൾക്കാരുണ്ട്. മഴവെള്ളം മാത്രം സംഭരിച്ച് വെക്കും. അത് വലിയ ടാങ്കുകളിലാക്കി അതിനെടുത്ത് ഫിൽട്ടർ ചെയ്തിട്ട് കുടിക്കും. ഈ ചില മതവിഭാഗക്കാർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർ മഴവെള്ളം കുടിക്കും. അതല്ലെങ്കിൽ യമുനോത്തിൽ പോയി വെള്ളം കുടിക്കും, ആ വെള്ളം കുടിക്കും. അതൊക്കെ പ്രായോഗികമാണെന്ന് വെച്ചാൽ ജലസംഭരണിയിൽ മഴവെള്ള സംഭരണിയിൽ നിന്ന് എടുത്തിട്ട് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പൊ ധാരാളമായി. അത് എടുത്തു വെച്ച് അരിച്ച് ഉപയോഗിക്കുന്ന ആൾക്കാർ ഇപ്പോഴും കുടിവെള്ളമായിട്ട് ശുദ്ധജലം തന്നെയാണ്. അതിനും പഴക്കം വരുന്നില്ല. അതിനും ഫ്രിഡ്ജൊന്നും വേണ്ട, മാലിന്യങ്ങളൊന്നും വരില്ല, നേരെ എടുത്തു വെച്ചാൽ. അത് ഓരോ കാലത്തിനും ദേശത്തിനും നമ്മുടെ ഈ രീതികൾക്കും വിധേയമായിട്ട് വൈവിധ്യമാർന്ന ഉപയോഗക്രമങ്ങളുണ്ട്. പക്ഷെ ആയുർവേദത്തിൽ പറയുന്നത് ഓരോ ദ്രവ്യങ്ങൾക്കും, ഓരോ രോഗത്തിനും, ഓരോ കാലത്തിനും, ഓരോ ഭക്ഷണത്തിനും, ഓരോ ആൾക്കാർക്കും വ്യത്യസ്തമായ അനുപാനങ്ങളാണ് പറയുന്നത്.
ചൂടുള്ള ആർക്ക് കുടിക്കാം, ആർക്ക് ആവരുത്. അപ്പോ ഒരു ശാസ്ത്രീയമായിട്ടുള്ള സമീപനമാണ് ഈ ആയുർവേദത്തിൽ മുഴുവൻ നമ്മൾ പിന്തുടരുന്നത്. ഈ വെള്ളം എപ്പോ കുടിക്കണം? സമസ്തൂല കൃശഭുക്ത മധ്യാന്ത പ്രഥമാമ്പുവ. ഒരു പെരും തടിയനാണെങ്കിൽ അവൻ ഭക്ഷണത്തിന് മുൻപ് വെള്ളം കുടിക്കണം. തടി കുറഞ്ഞ ആളാണെങ്കിൽ ഭക്ഷണത്തിന് നടുക്ക് കുടിക്കാൻ പാടില്ല, ആദ്യം കുടിക്കാൻ പാടില്ല. തടി കൂടണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആഹാരത്തിന് ശേഷം വെള്ളം കുടിക്കാം. എന്നാൽ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ ആഹാരത്തിന് മധ്യത്തിൽ നടുക്ക് വെള്ളം കുടിക്കാം, സമമായിരിക്കും. അപ്പോ ആഹാരത്തിനെ നമ്മൾ ആദ്യ പാദമെന്നും രണ്ടാം പാദമെന്നും തിരിച്ച് ആദ്യ പാദത്തിന്റെ മുൻപ് വെള്ളം കുടിച്ചാൽ തടി കുറയുകയും നടുവിൽ കുടിച്ചാൽ അതേപോലെ നിലനിൽക്കുകയും അവസാനം കുടിച്ചാൽ അത് നമ്മൾ തടി വർദ്ധിക്കും, ഒരു വെയിറ്റ് കൂടും, പോഷണം കൂടും. അങ്ങനെയാണ് ആയുർവേദത്തില് ശാസ്ത്രത്തിൽ എഴുതിയിരിക്കുന്നത് വെള്ളം കുടിക്കേണ്ട സമയം. ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കുന്ന രീതി അത്ര ശരിയല്ല. നമ്മളിപ്പോ പൊതുവെ ഈ ദ്രാവക സ്വഭാവമുള്ള വെള്ളം കുടിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും ബാധകമല്ല. ഗുരുവായിട്ടുള്ള ഭക്ഷണം കഴിക്കുന്ന ആൾക്കാർക്ക്. ഇപ്പോ ഈ ശാസ്ത്രം ഉണ്ടായത് കേരളത്തിലല്ല. കേരളത്തിലെ ഭക്ഷണക്രമങ്ങൾ മുഴുവൻ ഇതിൽ കാണപ്പെടുന്നില്ല. മുഴുവൻ അതിൻ്റെ ഒരു പരിധി വരെ ഉത്തര ഭാരതത്തില്, ഗുജറാത്ത് ഭാഗങ്ങളിൽ, സിന്ധു ദേശത്ത് ആ ഒരു ബെൽറ്റിലാണ് ഇത് വികസിച്ചിരിക്കുന്നത്. അവിടുത്തെ ആഹാരക്രമങ്ങളാണ് കണക്കാക്കുന്നത്. ഇപ്പോ ഒരു ഉദാഹരണം പറയാം. ഇപ്പോ മേവാട് ഭാഗത്ത് ദാൽ ഭാട്ടി ചുറും, ദാൽ ഭാട്ടി, ദാൽ ചെറുപയറോ പരിപ്പുകളോ വേവിച്ചത്, ഭാട്ടി. ഭാട്ടി ഉണ്ടെങ്കിൽ ഈ ഗോതമ്പ് ഉരുട്ടി ചുട്ടെടുക്കുന്നത്, നെയ്യ് ഒഴിച്ച് നെയ്യിൽ മുക്കി, ദാൽ ബാഫല. ഇതൊക്കെ കഴിക്കുമ്പോൾ അത് ഡ്രൈ ഫുഡാണ്. അതിൻ്റെ മീതെ കണ്ടമാനം വെള്ളം കുടിക്കേണ്ടതായിട്ട് വരും. ഒരു ദാൽ ബാട്ടി ചുറുമ എന്ന് പറഞ്ഞ വലിയൊരു ബഡാഖാനയാണ്, വലിയ ആഹാരമാണ്. അത് കഴിച്ചു കഴിഞ്ഞാൽ എത്ര വെള്ളദാഹം ഇല്ലാത്ത ആളും വെള്ളം കുടിച്ചു പോകും. അപ്പൊ അതിന്റെ അനുപാനം ഹിമം വാരി തന്നെയാണ്. തണുത്ത വെള്ളേ പാടും, അതായത് ദാഹവും മാറുള്ളൂ, മറ്റുള്ള കോംപ്ലിക്കേഷൻ ഒഴിവാകുകയും ചെയ്യും, വിരുദ്ധാവില്ല, ഈസി ആയിട്ട് ദഹിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ ഗുരുവായിട്ടുള്ള ആഹാരം നമ്മൾ ദഹിക്കാൻ പ്രയാസമുള്ളതായി കണക്കാക്കി അതിനെ നമുക്ക് ആമാശയത്തിനനുസൃതമായിട്ട് ഇപ്പൊ ഒരു ഭാട്ടിയോ അതല്ലെങ്കിൽ ബാജിറ റൊട്ടിയോ ഒക്കെ ആണെങ്കിൽ നമുക്ക് വിശപ്പ് മാറാനുള്ള കഴിക്കരുത്. ഒരു റൊട്ടി കഴിക്കുക, അതല്ലെങ്കിൽ ഒരു ഭാട്ടി കഴിക്കുക. കേരളത്തിൽ പോകുന്ന ആൾക്കാർ എന്നാത്തിന് ധാരാളമായി അവർക്ക് ഒരു ദിവസത്തേക്കുള്ള ഭക്ഷണം. ഗുരുവായുള്ള ആഹാരം, നെയ്യിൽ മുക്കിയിട്ടുള്ള ബാഫലുണ്ട്, ആവിയിൽ വേവിച്ചുണ്ടാക്കുന്നത്, അതും ഗുരുവാണ്. അപ്പൊ അത് ഇവിടുത്തെ നമ്മൾ ചോറോ അല്ലെങ്കിൽ ഉപ്പുമാവോ ഇഡ്ഡലിയോ ദോശയോ ഒക്കെ അത്ര ഗുരുത്വമുള്ളതല്ല. അത് ഉത്തര ഭാരതത്തിലുള്ള ആൾക്കാർ അറിയുന്ന, രാജസ്ഥാനികളോ പറയും ഒന്ന് മൂത്രമൊഴിച്ചാൽ വിശന്നു പോകും എന്ന് പറയും. അത് സത്യമാണ്. നമ്മൾ പൊടിയരിക്കഞ്ഞി, ഈ മലർക്കഞ്ഞി കുടിക്കും. മലർക്കഞ്ഞി വളരെ നല്ലതാണ്. മലർക്കഞ്ഞി പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും, ദഹിച്ചു പോകും. അപ്പൊ അങ്ങനത്തെ കഞ്ഞികള് ഇതൊക്കെ ഒരു ലഘു ആഹാരത്തിൽ എണ്ണയിൽ മുക്കി അരച്ച് ഉരുട്ടി എണ്ണയിൽ മുക്കിയെടുക്കുന്ന സാധനങ്ങളുണ്ട്. എണ്ണ പലഹാരം ഗുരുവാണ്. അപ്പൊ അതൊക്കെ അനുസരിച്ച് നമ്മുടെ ഈ ആഹാരത്തിന്റെ രീതി അനുസരിച്ച്, ഉണ്ടാക്കുന്ന രീതി അനുസരിച്ച്, ഒരു നെല്ലെന്ന് എടുക്കുന്നതാണ് അവല്, അത് ഗുരുവാണ്. അതേ നെല്ലെന്ന് എടുക്കുന്നതാണ് മലര്, അത് ലഘുവാണ്. അത് തന്നെയാണ് ചോറ്, അതൊരു മിതം, ലഘുവും ഗുരു അല്ല, ഒരു മീഡിയം ആയിട്ടുള്ളതാണ്. എന്നാൽ അതിന്റെ പൊടിയേരി ആണെങ്കിലോ ലഘുവാണ്. ഒരേ സാധനം തന്നെ വൈവിധ്യമാർന്ന ഗുരുലഘത്വങ്ങൾക്ക് വിധേയമാകുന്നു അതിന്റെ അവസ്ഥക്കനുസരിച്ച് എന്ന് വേണം കണക്കാക്കാൻ. ധാരാളം വെള്ളത്തിൽ തിളപ്പിച്ച് ആ വെള്ളം ഊറ്റിക്കളഞ്ഞ് വീണ്ടും വെള്ളം തിളപ്പിച്ച് അത് വീണ്ടും ലഘുവായി. ഗുരുകളെ നമ്മൾ പകുതിയെ കഴിക്കാവൂ. ഗുരുണാം അർത്ഥസൗഹിത്യം,
ലഘൂനാം നാളി തൃപ്ത, അധികം തൃപ്തിയാവുന്നവരെ വയറ് നിറച്ച് ലഘുവായിട്ടുള്ള ആഹാരം കഴിക്കരുത്, ഗുരുവായിട്ടുള്ള പകുതിയെ കഴിക്കാം. പ്രത്യേകം ഈ അധ്യായത്തിൽ തന്നെ പറഞ്ഞു. ഏതാണ്ട് മനസ്സിലായില്ലേ വെള്ളം കുടിക്കണ രീതി? ഡോക്ടർ ജി വളരെ നന്ദി, വളരെ നന്ദി ഡോക്ടർ ജി. താങ്ക് യു. കേൾക്കുന്നുണ്ടോ ഡോക്ടർ ജി? കേൾക്കണ്ട്. ഓക്കെ, എന്റെ ഒരു ചോദ്യം, ഈ തേനും വെളുത്തുള്ളിയും രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് നല്ലതാണോ? അത് എന്താണ് ഗുണം ചെയ്യുക? അതോ വേറെ തരത്തിലാണോ കഴിക്കേണ്ടത് തേനും വെളുത്തുള്ളി? തേനും വെളുത്തുള്ളി ഒരു ഔഷധമാണ്, ഭക്ഷണമല്ല. തേൻ ഔഷധമാണ്, ഭക്ഷണമാണ്. തേൻ വെറുതെ തണുത്ത വെള്ളത്തിൽ ചേർത്തേ കഴിക്കാവൂ. കഴിക്കുന്നത് നല്ലതാണ്, തടി കുറയും, കഫഹരമാണ് നല്ല തേനാണെങ്കിൽ. അത് തന്നെ കൃത്രിമ തേനാണെങ്കിൽ കഫം കൂട്ടും, പ്രമേഹം കൂട്ടും. നല്ല തേനാണെങ്കിൽ കഫം ശമിക്കും, വെയിറ്റ് കുറയ്ക്കും, ന്യൂട്രീഷ്യസ് ആണ് ഒറിജിനൽ ആണെങ്കിൽ. വെളുത്തുള്ളി തേനും കൂടി അങ്ങ് ചേർത്ത് കഴിക്കുന്ന അത്ര അഭികാമ്യമല്ല. വെളുത്തുള്ളി തീക്ഷ്ണമാണ്, ഉഷ്ണമാണ്. രസായന വിധിക്ക് വിരുദ്ധമായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല. വെളുത്തുള്ളി ശുദ്ധീകരിക്കണം. ഒന്നുകിൽ ഒരു രാത്രി മുഴുവൻ പുളിച്ച തൈരിലിട്ട് വെക്കുക, അതല്ലെങ്കിൽ നല്ലെണ്ണയിൽ വറക്കുക, അങ്ങനെ ഉപയോഗിക്കാവൂ. അല്ലാതെ ഒരു ഭക്ഷണ രൂപത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല. രസായന വിധിക്ക് വിരുദ്ധമായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് ആയുർവേദം പറയുന്നത്. പാലിൽ വെളുത്തുള്ളി ഇട്ട് തിളപ്പിച്ച് ഉപയോഗിക്കും ഔഷധമായിട്ട്. ഇപ്പോൾ കൊളസ്ട്രോള് സാധനം ഉണ്ടല്ലോ, കൊളസ്ട്രോൾ വന്നിട്ടുണ്ടെങ്കിൽ മരുന്ന് കഴിക്കാൻ തുടങ്ങി ചാവോളം മരുന്ന് കഴിക്കണം. ഈ വെളുത്തുള്ളി പാലിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ഒരു ചുള വെളുത്തുള്ളി, ഒരു ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക, 1 ഗ്ലാസ് ആക്കി മാറ്റുക. വെളുത്തുള്ളി ചതയ്ക്കണം. എന്നിട്ട് അത് കുടിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ ഉണ്ടാവില്ല, കൊഴുപ്പുണ്ടാവില്ല. അത് തേൻ കഴിച്ചാലും കുഴപ്പമുണ്ടാവില്ല. രണ്ടും കൂടി ചേരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. രണ്ടും കൂടി ചേർത്ത് കഴിക്കുന്ന അത്ര അനുവദനീയമല്ല. ചില രോഗത്തിന്റെ അവസ്ഥയിൽ ഉപയോഗിക്കുന്നല്ലാതെ നിത്യോപയോഗ വസ്തു അല്ല വെളുത്തുള്ളി. തേൻ നിത്യോപയോഗ വസ്തു ആണ് താനും. തേന് കഫത്തിന്റെ ശമനൌഷധമാണ്. വെളുത്തുള്ളി ഈ വാതരോഗത്തിന്റെ അഗ്രൌഷധമാണ്. തീക്ഷ്ണമാണ്, ഉഷ്ണമാണ്. നല്ല വെളുത്തുള്ളി പൊട്ടിച്ചിട്ട് മൂക്കിൽ കൂടെ വലിച്ചാലും ചോര വരുന്നൊക്കെയാ പറഞ്ഞു. വെളുത്തുള്ളി 22 തരം വെളുത്തുള്ളി പറയുന്നുണ്ട്. 22 തരം ഇപ്പൊ നമ്മുടെ അവിടെ. അതിൽ ഒറ്റ ബൾബുള്ള വെളുത്തുള്ളി ഉണ്ട്. അതാണ് ഏറ്റവും കാശ്മീരിൽ ഉണ്ടാവുന്നതാണ്, ഏറ്റവും കോസ്റ്റ്ലി ആണത്. കാശ്മീരിലെ കനഡയിലും ഉണ്ടാവുന്നുണ്ട് കൾട്ടിവേഷൻ. തണുപ്പ് രാജ്യങ്ങളിൽ ഉണ്ടാവുന്നതാണ് ഉഷ്ണവീര്യമായിട്ട്. നമുക്ക് അതിന് ന്യൂനഗുണമായിട്ടുള്ള പലാണ്ട് കിട്ടും, കുറെ ഈ അല്ലികളുള്ളത്. അത് കുറച്ച് ഗുണം കുറവാന്ന് മാത്രമേ ഉള്ളൂ, മണമൊക്കെ ഉണ്ടാവും. ഒരു അണുനശീകരണത്തിനുള്ള കൂടിയാണ് വെളുത്തുള്ളി. അപ്പോ വാതരോഗത്തിന്റെ അഗ്രൌഷധമായിട്ട് കണക്കാക്കും. പല ഔഷധങ്ങളിലും വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. രസായനമായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കും. വെളുത്തുള്ളി ഉപയോഗിക്കുന്നതിന് മുൻപായിട്ട് ചില ആൾക്കാർ വെളുത്തുള്ളി ഉപയോഗിക്കില്ല. അതെന്താ കാരണം വെച്ചാല്, ഇത് അമൃത് കൊടുക്കുമ്പോ അത് രാഹു കട്ടുകൊണ്ടുപോയി എന്നൊക്കെ പറയും. അപ്പൊ രാഹുവിന്റെ തല വെട്ടി കുടിച്ചപ്പോഴേക്കും അവ തലേന്ന് നിലത്ത് വീണതാണ് വെളുത്തുള്ളിയായി മാറിയതെന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ അതിനൊരു കഥയാണെങ്കിലും ഈ ശൂനാദ്യ പലിത ഗള രാഹു ഒരു അമൃത യൗരിയാണ് എന്ന് പറയുന്നത്. അമൃത കട്ടുകൊണ്ടായിട്ട് കഴുത്തുനിന്ന് വീണ് അത് മുളച്ച് ഭൂമിയിൽ വീണിട്ട് ഉണ്ടായതാണ് വെളുത്തുള്ളി. അത് എന്തുകൊണ്ടാണ് ദ്വിജന്മാർ കഴിക്കാത്ത? ദൈത്യദേഹ സമുത്ഭവമായതുകൊണ്ട്. ദ്വിജാഹ നശ്നന്തി തസ്മാൽത്തെ ദൈത്യദേഹ സമുത്ഭവം എന്ന് പറയുന്നുണ്ട്. ദ്വിജന്മാരെന്നുണ്ടെങ്കിൽ ബ്രാഹ്മണര്, ബ്രഹ്മജ്ഞാനികള്, ബ്രഹ്മചാരികള്, ബ്രഹ്മവിദ്യ പഠിക്കുന്നവരൊന്നും ഈ വെളുത്തുള്ളി ഉപയോഗിക്കില്ല. കാരണം അത് ദൈത്യന്റെ ദേഹത്തു നിന്ന് ഉണ്ടായതാണെന്ന് പറഞ്ഞുകൊണ്ടാണ് കഴിക്കാതിരിക്കുന്നത്. അത് മാത്രമല്ല, അത് തീക്ഷ്ണവും ഉഷ്ണവുമാണ്. അത് രജസ്തമസ്സുകളെ വർദ്ധിപ്പിക്കും, സത്വഗുണം കുറയ്ക്കും. അപ്പോ ബ്രഹ്മജ്ഞാനത്തിന് വിഘ്നം വരും, നമ്മുടെ മനസ്സിന്റെ നിലവാരത്തിന് മാറ്റം വരും, സ്വാത്വിക ഭാവം നഷ്ടപ്പെടും. അതുകൊണ്ട് വെളുത്തുള്ളി നിത്യമായിട്ടും ഭക്ഷണമായിട്ട് ഉപയോഗിക്കരുത്. അത് രജസ്തമസ്സുകളെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് തന്നെ ഈ ബ്രഹ്മചാരികളും ബ്രഹ്മവിദ്യ പഠിക്കുന്ന ആൾക്കാരും ഇത് അശിക്കുന്നില്ല, കഴിക്കുന്നില്ല. വിജാഹ നശ്നന്തി. അത് ദൈത്യ സ്വഭാവം ഉണ്ടാവും, ദാനവ സ്വഭാവം ഉണ്ടാവില്ല. അതുകൊണ്ട് വെളുത്തുള്ളി ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കണം.
വെളുത്തുള്ളി ഒരു ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നതിനേക്കാൾ നല്ലത് ഔഷധമായിട്ട് ഉപയോഗിക്കാനാണ് വേണ്ടി വന്നാൽ. അത് രസായന വിധിക്ക് വിരുദ്ധമായിട്ടും വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല. രസായന വിധിക്ക് വിധേയമായിട്ട് വെളുത്തുള്ളി ഉപയോഗിക്കുകയാണെങ്കിൽ അത് വളരെ ശ്ലാഘനീയമാണ്. ഇതാണ് ആയുർവേദം അനുശാസിക്കുന്ന രീതി. ഇനിയും രസായന വിധി വേറുണ്ട് വെളുത്തുള്ളിയുടെ. ഓരോ ഔഷധങ്ങളുടെ കൂട്ടുകളുണ്ട് വെളുത്തുള്ളിയുള്ളത്. രസോനാദി കഷായമുണ്ട്, അഷ്ടവർഗം കഷായമുണ്ട്, ധനധാനാദി കഷായം, കുറെ കഷായങ്ങളിൽ വെളുത്തുള്ളി ഉണ്ട്, പല കഷായങ്ങളിലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് വെളുത്തുള്ളി ഒറ്റയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ലശുന ക്ഷീരം പലയിടത്തും പറയുന്നുണ്ട്. ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. ഇപ്പൊ ആൾക്കാർ അച്ചാറായിട്ട് ഉപയോഗിക്കും. എല്ലാ ഭക്ഷണത്തിലും വെളുത്തുള്ളി ഇടും. കാളനിലടക്കം വെളുത്തുള്ളി ഇടുന്നവരുണ്ട്. കാളനിലും അവിയലിലും ഒക്കെ വെളുത്തുള്ളി ഇടുന്ന ആൾക്കാരുണ്ട്. ഉപ്പേരിയിൽ വെളുത്തുള്ളി ഇട്ട് കണ്ട നല്ലത്. അധികമായാൽ അമൃതം വിഷമാണ്. അതൊന്നും അത്ര എന്നാ എന്താണോ മനസ്സിന്റെ ഭയങ്ങൾ കൂടുന്നുണ്ട്, കൊളസ്ട്രോളും കൂടുന്നുണ്ട്. നല്ലതാണെങ്കിൽ ഇപ്പൊ എന്താ ഇങ്ങനെ കൂടാൻ കാരണം? തെറ്റായ ഉപയോഗം എപ്പോഴും നന്നല്ല. ഏതാണ്ട് ഇതിന്റെ ഒരു രീതി മനസ്സിലായില്ലേ? രീതി മനസ്സിലായി തോന്നുന്നു അല്ലേ? ഹലോ, മനസ്സിലായി. വളരെ നന്ദി, വളരെ നന്ദി. കാരണം പല ഇൻഫർമേഷൻ നമ്മളിങ്ങനെ ഷെയർ ചെയ്തിട്ടുണ്ട്. അതായത് BP കുറയ്ക്കും, കൊളസ്ട്രോൾ കുറയ്ക്കും, അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്ന കേൾക്കാം. അപ്പൊ അതുകൊണ്ട് ചോദിച്ചു എന്ന് മാത്രം. താങ്ക് യു, വളരെ നന്ദി. കൊളസ്ട്രോൾ അത് കുറച്ചു കാലം കഴിച്ചാലും അത് ലക്ഷണ ക്ഷീരം കഴിച്ചാൽ മതി പറയും. പാല് തനിയെ കഴിച്ചാൽ കൊളസ്ട്രോൾ കൂടും. ലക്ഷണ ക്ഷീരമാകുമ്പോൾ കൊളസ്ട്രോൾ കുറയും. ഈ വെളുത്തുള്ളിയും വേപ്പിന്റെ ചേർത്തുള്ള പ്രയോഗങ്ങളിൽ മഞ്ഞളും ചേർത്തിട്ടുള്ള പെട്ടെന്ന് BP കുറയും, കൊളസ്ട്രോളും കുറയും. വെളുത്തുള്ളി, മഞ്ഞള്, വേപ്പിന്റെ ഇല, മുരിങ്ങ ഇല ഒക്കെ ചേർത്ത് കഴിക്കും. പച്ചയായിട്ട് അരച്ച് കഴിക്കുന്നവരുണ്ട്. അത് BP കുറയ്ക്കുന്നത് നല്ലതാണ്. കഴിക്കാൻ എളുപ്പമല്ല എന്ന് പറഞ്ഞു. ഇനി എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ചോദ്യങ്ങളിൽ നമുക്ക് തുടരാം. ഈ മാത്രയുടെ കാര്യങ്ങൾ മനസ്സിലായി. വെളുത്തുള്ളി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു രസായന ഔഷധമാണ്. ലശുനം രാസ്ന പ്രപഞ്ചനം എന്നാണ്. വായുവിന്റെ അഗ്രൌഷധമാണ് വാദത്തിന്റെ. അപ്പോ ശോധന ഔഷധമെന്നും ശമന ഔഷധമെന്നും രണ്ടെണ്ണം ഉണ്ട്. പിന്നെ അഗ്രൌഷധങ്ങൾ വേറെ പറയുന്നുണ്ട്. അഗ്രൌഷധങ്ങളിലെ ഒരു അഗ്രസംഗ്രഹണി എന്നൊരു അധ്യായം തന്നെ പറയുന്നുണ്ട്. അതില് വെളുത്തുള്ളി പറയുന്നുണ്ട് വാദത്തിന്റെ അഗ്രൌഷധമായിട്ട്. രസായനത്തിൽ പറയുന്നുണ്ട് വെളുത്തുള്ളി. ലശുന രസായനങ്ങൾ വിധികൾ പറയുന്നുണ്ട്. പല സ്ഥലത്തും ഈ വെളുത്തുള്ളി ചേർത്തുള്ള പല ലേഹ്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഉള്ളി ലേഹ്യം കൊണ്ട് ആൾക്കാരുണ്ടാക്കാറുണ്ട്. പല ആൾക്കാർ ഈ പ്രസവിച്ച് കിടക്കുന്ന ആൾക്കാർക്കൊക്കെ ഉണ്ടാക്കും. വെളുത്തുള്ളി ഉള്ളി കൊണ്ട് ലേഹ്യം ഉണ്ടാക്കുക, ഉള്ളി മൂപ്പിച്ചു കൊടുക്കുക, അങ്ങനെ പല രീതിയിലും ഉണ്ട്. അതൊക്കെ ഒരു പ്രാദേശികമായിട്ടുള്ള ചില രീതികളായിട്ട് കണക്കാക്കാം. എന്തായാലും അതിന്റെ ശാസ്ത്രീയ രീതി, അതിന്റെ അവസ്ഥാന വിധാനമായിട്ട് നമ്മൾ വേണ്ടാത്ത തിരിച്ചറിയാനുള്ള ഒരു ശേഷി ഉണ്ടാവും. എന്ത് ആര് പറഞ്ഞാലും ഇപ്പോ കാലാവസ്ഥക്കനുസൃതമായിട്ട്, കാലത്തിനനുസൃതമായിട്ട്, പ്രായത്തിനനുസരിച്ച് നമ്മുടെ ആഹാരത്തിന്റെ ഡോസ് മാറുന്ന പോലെ തന്നെ ഈ കഴിക്കുന്ന ദ്രവ്യങ്ങളുടെ മാറ്റം വരുത്തണം. ഇപ്പോൾ രക്തപിത്തം മുതലായ രോഗങ്ങളുള്ള ആൾക്കാർക്കാണ് വെളുത്തുള്ളി ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പോൾ ഒരു ഹീമോഫീലിയൽ ആളാണ് വിചാരിക്കുക, വെളുത്തുള്ളി ഉപയോഗിച്ചാൽ ബുദ്ധിമുട്ടായി. ഇപ്പോൾ ഈ ബ്ലഡ് തിന്നർ ഉപയോഗിക്കുന്നില്ല, രക്തം കട്ട പിടിക്കാതിരിക്കാനുള്ള ഔഷധങ്ങൾ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് വെളുത്തുള്ളി രക്തം കട്ട പിടിക്കില്ല. വെളുത്തുള്ളി, ഇഞ്ചി, അത് ചുക്കും, അത് ആന്റികോയാഗുലന്റ് ആണ്. ഇതൊക്കെ ഉപയോഗിച്ചു കഴിഞ്ഞാല് ഔഷധക്കൂടെ അല്ലാണ്ട് ഭക്ഷണത്തുകൂടെ ഉപയോഗിച്ചു കഴിഞ്ഞാല് കുറെ ഔഷധങ്ങളെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും ഭക്ഷണത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ. അപ്പോ അതാണ് ആഹാര സമം കിഞ്ചിത് ഭൈഷജ്യം ഉപലഭ്യതേ ശക്യതയെ പെന്ന മാത്രേണ നരക്കർത്തും നിരാമയ വേഷേൻ ഉപമന്യോപി നിരാഹാരോന ശക്യതേ
തസ്മാൽ വിഷക്പിരാഹാരോ മഹാവൈഷജ്യം ഉച്ചതേ. ഏറ്റവും വലിയ വൈഷജ്യം, മഹാവൈഷജ്യമാണ് ഭക്ഷണം. അതാണ് ആയുർവേദം അനുശാസിക്കുന്ന ഒരു രീതി. അത് ശരിയാണ്. നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് നോക്കിയാൽ അത് ശരിയാണ്. ഹിതമായിട്ടുള്ള മിതമായിട്ടുള്ള ആഹാരം കഴിച്ചാൽ ഒരു രോഗം ഉണ്ടാവില്ല. അപ്പൊ നമ്മളെ എല്ലാ രോഗങ്ങളും ഉണ്ടാവുന്നത് ആഹാരത്തിൽ നിന്നാണ്, വിഹാരങ്ങളിൽ നിന്നാണെന്ന് പറഞ്ഞ് സ്ഥാപിക്കുകയാണ് ആയുർവേദം. ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന സ്ഥായിയായിട്ടുള്ള രോഗങ്ങൾ കൂടാതെ മറ്റു ചില സാംക്രമിക രോഗങ്ങളും മറ്റ് നിജങ്ങളായിട്ടുള്ള മറ്റു പല രോഗങ്ങളും ഉത്ഭവിക്കുന്നത് ആഹാരവിഹാരങ്ങളിൽ തന്നെയാണ്. ഇപ്പൊ തെറ്റായ ആഹാരവിഹാരങ്ങളെ ഒഴിവാക്കാൻ ഏതൊക്കെയാണ് തെറ്റ്, ഏതൊക്കെയാണ് ശരി, ഹിതമേതാണ്, അഹിതമേതാണ്, ആയുസ്സിന് ഹിതമായിട്ടുള്ളതാണ്, അഹിതമായിട്ടുള്ളതാണ്, അതിന്റെ അറിവിനെയാണ്, അതിന്റെ അളവുകോലിനെയാണ് ആയുർവേദം എന്ന് പറയുന്നത്. അതാണ് പ്രയോജനം. ഹിതാഹിതം സുഖം ദുഃഖം അർത്ഥാനർത്ഥം ഹിതാഹിതം ആയുസ്തസ്യ ഹിതാഹിതം മാനഞ്ച തസ്യ എത്രോക്തം ആയുർവേദ സൗച്യത. ആയുസ്സിന് ഹിതമേതാണ്, അഹിതമേതാണ്, അർത്ഥമേതാണ്, അനർത്ഥമേതാണ്, ഇതിനെ കുറിച്ചുള്ള അളവ് പറയുന്ന ഒരു ശാസ്ത്രമാണ് മാനഞ്ച തസ്യ എത്രോക്തം ആയുർവേദ സൗച്യത. ഇതിന്റെ അളവുകോൽ തരുന്ന ഒരു ശാസ്ത്രമാണ് ആയുർവേദം. എന്താവാം, എന്താവരുത്, എന്താണ് ആയുസ്സിന് ഹിതമായിട്ടുള്ളത്, എന്താണ് അഹിതമായിട്ടുള്ളത്, ഇതിനെ കുറിച്ചുള്ള ഒരു പ്രതിപാദന രീതിയാണ്. അത് എല്ലാവരും സാധാരണ പൊതുവിദ്യാഭ്യാസത്തിൽ ഇതൊക്കെ ഉൾപ്പെടുത്തേണ്ടതാണ്. എന്തുകൊണ്ട് ഇതൊക്കെ ഉൾപ്പെടുത്തുന്നില്ല എന്നാണ് ഇപ്പൊ എനിക്ക് സംശയം ജനിക്കുന്നത്. ഇത് ഉൾപ്പെടുത്തിയെങ്കിൽ ആൾക്കാർക്ക് രോഗങ്ങൾ ഉണ്ടാവില്ല. അപ്പൊ ഇവിടുത്തെ കരിക്കുലം, വിദ്യാഭ്യാസ സമ്പ്രദായം, സിലബസ് ഉണ്ടാക്കുന്ന ആൾക്കാർക്ക് ഇത് അറിഞ്ഞുകൊണ്ടോ അറിയാതെയോ അഥവാ മനഃപൂർവമായോ മറ്റ് രോഗങ്ങളെ പ്രേരിപ്പിക്കുന്ന ഭക്ഷണക്രമങ്ങള് ഒരു പ്രോത്സാഹനം കൊടുത്തുകൊണ്ട് രോഗികളാക്കാൻ വേണ്ടിയാണോ എന്ന് കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ആഹാരത്തിന്, നമ്മുടെ ഭക്ഷണത്തിന്, ആയുസ്സിന് ഹിതമായിട്ടുള്ള അഹിതമായിട്ടുള്ള കുറിച്ച് അറിവ് നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിൽ അനുസരിച്ച് പോന്നാല് സർവേ സന്തു നിരാമയ എന്ന കൺസെപ്റ്റ് നടപ്പിലാക്കും. സർവേ ഭവന്തു സുഖിന, സർവേ സന്തു നിരാമയ, സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേ എന്നുള്ള ശാന്തി മന്ത്രത്തില് പറയുന്ന ഈ നിരാമയ സ്വഭാവം, എല്ലാവർക്കും ആരോഗ്യം, രോഗമില്ലാത്ത ജീവിതം നടപ്പിലാക്കാൻ തീർച്ചയായിട്ടും സാധിക്കുമെന്നാണ് ആയുർവേദം ഉദ്ഘോഷിക്കുന്നത്. പിന്നെന്താണ്, ഈ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്തും ചോദിച്ചോളൂ, കുഴപ്പമില്ല, ചോദിക്കാൻ നല്ല, എന്നാലേ ഇത് ഉറപ്പാവുള്ളൂ. ഒരു ഏകപക്ഷീയമായിട്ട് പറയുമ്പോൾ പെട്ടെന്ന് ഒരു വിരസത. ഇല്ലില്ല, വളരെ നല്ല, അത് ഓരോ വാക്കുകളും മുത്തുമണികളാണ് ഡോക്ടറുടെ. അപ്പൊ അത് വളരെ സന്തോഷം കേൾക്കുന്നതില്. ഒരു ചോദ്യം, ഈ എന്താണ് നമ്മുടെ ഈ എന്താണ് ആ നെയ്യും പിന്നെ പൗഡറും കൂടി, ആ ചൂർണം മാരിയുള്ളതും കൂട്ടി നമ്മള് തേനും കൂട്ടി കഴിക്കുമല്ലോ, ഈ ത്രിഫല. അതെ, ത്രിഫല ഓരോ സമയത്ത് കഴിക്കുന്നതിനും ഓരോ വ്യത്യാസം ഫലങ്ങളാണെന്ന് പറഞ്ഞു. അതൊന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? അതിപ്പോ രാവിലെ കഴിക്കുന്നതോ വെറും വയറ്റില്, അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോ ഭക്ഷണത്തിന് ശേഷം കഴിക്കുന്നത്, അത് രണ്ടിന്റെയും വ്യത്യാസം എന്താണ്? ഈ അധ്യായത്തിലുള്ള തന്നെയാണ്. നമ്മളിപ്പോ 8ാമത്തെ അധ്യായത്തിൽ പറയുന്നതാണത്, പ്രത്യേകം പറയുന്നുണ്ട്. അപ്പൊ അതിൽ പറയുന്ന അവസാനത്തെ വരിയാണ് ത്രിബല മധുസർപ്യം നിശിനേത്ര ബലായത. രാത്രി കിടക്കാൻ നേരത്ത് തേനും നെയ്യും ചേർത്ത് ത്രിബല എല്ലാവരും കഴിക്കണം എന്നാണ്. ശീലേച്ഛാലി ഗോതമേവ ഷഷ്ടിക ജാങ്കലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശ്ലോകത്തിന്റെ അവസാനത്തെ പാദമാണ്. അപ്പോ നമ്മൾ നിത്യം ഉപയോഗിക്കേണ്ട വസ്തുക്കൾ ഏതൊക്കെയാണോ അതിൽ പറയുന്നതാണ് ഈ ത്രിബല മധുസർപ്യം നിശിനേത്ര ബലായത. രാത്രി കണ്ണിന്റെ ബലത്തിനായിക്കൊണ്ട് തേനും നെയ്യും ചേർത്ത് ത്രിബലാചൂർണം സേവിക്കുക കിടക്കാൻ നേരത്ത്. അപ്പൊ ഊർദ്ധചത്ര വികാരേഷു സ്വപ്നകാലേ പ്രശസ്യത എന്ന് പറയുന്നുണ്ട്. ഊർദ്ധചത്ര വികാരങ്ങൾ, കഴുത്തുനിന്ന് മേപ്പെട്ടുണ്ടാവുന്ന രോഗങ്ങൾക്കൊക്കെ രാത്രി കിടക്കാൻ നേരത്താണ് ഔഷധകാലം. രാവിലെ ത്രിബല കഴിച്ചാല് നമ്മളെ ശരിക്ക് നല്ല ശോധന ഉണ്ടാവും, വെള്ളം കൂട്ടി കഴിച്ചാൽ. രാത്രി ആകുമ്പോൾ ഡൈജസ്റ്റ് ചെയ്തിട്ട് മുഴുവൻ ശോധന ഉണ്ടാവും ചെയ്യും, നാം മിതമായിട്ടേ ഉണ്ടാവുള്ളൂ. ചിലർക്ക് ശോധന ഉണ്ടാവില്ല.
പിന്നെ ചില മരുന്നുകളുടെ കൂടെ ചേർത്ത് കഴിച്ചാൽ യോഗവാഹിയാണ്. ഏതിന്റെ കൂടെ ചേരുന്നു അതിന്റെ ഗുണം ചെയ്യും ത്രിഫല. പിന്നെ അതൊരു തേന് കൂട്ടിച്ചേർത്ത് തേനും നെയ്യും യോഗവാഹികളാണ്. മറ്റ് നമ്മൾ അതുവരെ കഴിച്ചിട്ടുള്ള ആഹാരത്തിന്റെ കൂടെ ആ കഴിച്ച ആഹാരത്തിന് പരിണാമം സംഭവിക്കാതെ തന്നെ അതിന്റെ ഗുണത്തിനെ ഒന്ന് ത്വരിതപ്പെടുത്തും ത്രിഫലാണ്. നമ്മളിപ്പോ ഊണ് കഴിച്ചിട്ട് അബ്സോർബ് ചെയ്യാനുള്ള ശരീരത്തില്, അപ്പൊ അബ്സോർബ് ചെയ്യാനും അതിന്റെ ഓരോ ഗുണത്തിനെയും ക്വാളിറ്റിയെയും വിഘ്നം വരുത്താതെ അതിന് യഥാവിധി ദേഹത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ ശേഷി ഉണ്ടാക്കി കൊടുക്കുന്നതാണ് ത്രിഫല, തേന്, നെയ്യ്. തേന സംയുജ്യ സസ്യകാര്യം ഭവതീതി യോഗവാഹി. കാറ്റലിസ്റ്റ് പോലെ തന്നെ. കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞാൽ പോരാ, ഇതിന്റെ ഗുണം നഷ്ടപ്പെടില്ല, എന്നാൽ നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ അബ്സോർപ്ഷൻ വ്യതിയാമണം നടക്കുകയും ചെയ്യും. അപ്പൊ 2 ഗുണമാണ് രാത്രി കിടക്കാൻ നേരത്ത് കഴിച്ചാൽ, ഭക്ഷണശേഷം കഴിച്ചാൽ. അത് തേനും നെയ്യും ത്രിഫലയും ചേർത്ത് കഴിച്ചാൽ ഒരു കണ്ണിന് ഗുണം ചെയ്യുന്ന പറഞ്ഞാൽ നേത്രത്തിന്റെ ഈ ഞരമ്പുകൾക്ക്, വിഷന്, ഇപ്പൊ ഈ ഗ്ലൂക്കോമ മുതലായ രോഗങ്ങൾ ഒന്നും വരാതിരിക്കും. ഒപ്റ്റിക് നെർവിന്, തലച്ചോറിന് ഒക്കെ ഗുണം ചെയ്യും, ശേഷി ഉണ്ടാക്കും, ശക്തി കൂട്ടും, സൂക്ഷ്മ ദൃഷ്ടി ഉണ്ടാക്കും, ദൃക്കിന് നല്ലതാണ്. നേത്രത്തിന്റെ എല്ലാ ഭാഗങ്ങൾക്കും ബലം ഉണ്ടാക്കി കൊടുക്കും തലച്ചോറിന്. അപ്പോൾ അത് അതിൻ്റെ ഒരു സമയത്തിന്റെ ഭാഗമാണ്. മറ്റ് സമയത്ത് കഴിച്ചാൽ അങ്ങനെ വരില്ല. കാരണം നമ്മൾ പിന്നെ ഉറങ്ങാൻ പോവല്ലല്ലോ പകൽ കഴിച്ചാൽ, കണ്ണു മേടിച്ചിരിക്കലോ, അതുകൊണ്ടൊന്നും. പിന്നെ അത് കുറെ നേരം ആ മാശം നിൽക്കില്ല. എങ്കിലും നാം കഴിക്കുന്ന ആഹാരത്തിന്റെ ഒരു രാസമാറ്റം സംഭവിപ്പിക്കില്ല. അതിന്റെ സ്വതവേയുള്ള മാറ്റത്തിന് ദോഷം വരുത്താതെ തന്നെ അത് ഇപ്പൊ പാല് കുടിച്ചു വിചാരിക്കാം, പാല് കൂട്ടി ഊണ് കഴിച്ചു, ഇനി ത്രിഫല കഴിച്ചു. അപ്പോ ചില പുളിപ്പുള്ള ആഹാരങ്ങൾ വന്ന് പാലാകുമ്പോൾ പിരിഞ്ഞു പോകും. ഇതങ്ങനെ സംഭവിക്കില്ല. പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. ഒരു സ്പൂണ് കഴിച്ചാൽ മതിയോ? ഒരു സ്പൂൺ. ത്രിഫല 3 കടുക്ക, നെല്ലിക്ക, താന്നിക്ക, അതാണ് ത്രിഫല. അതെ, കടുക്കത്തോടെ, നെല്ലിക്കത്തോടെ, താന്നിക്കത്തോടെ 3 കൂടി സമമായിട്ട് എടുത്ത് നന്നായി പൊടിച്ച് 1 ടീസ്പൂൺ എടുത്ത് അത്രയും തേനും അത്രയും നെയ്യും ചേർത്തിട്ട് മിക്സ് ചെയ്ത് കഴിക്കുക. കഴിക്കാറുണ്ടെങ്കിൽ ഒന്നിച്ച് വിഴുങ്ങിയാൽ പോരാ, നാവുമ്പിൽ പെരട്ടി ലേഖനം ചെയ്യണം. എന്നിട്ട് പതുക്കെ നൊട്ടി നുണച്ച് കഴിക്കണം. അങ്ങനെ കഴിക്കണം. അങ്ങനെ വന്നാലേ. അപ്പൊ നെയ്ക്ക് രാത്രി കഴിക്കണതിന് കുഴപ്പമില്ല. അപ്പൊ കഴിച്ചാൽ അതിന് കുഴപ്പമില്ല, നല്ലതാണ്. കൊളസ്ട്രോൾ ഒക്കെ കുഴപ്പമില്ല. നെയ്യ് കഴിക്കുമ്പോ വെട്ടുനെയ്യാണ് കഴിക്കുന്ന കൊളസ്ട്രോൾ കൂടും. വെട്ടുനെയ്യ് അവരുണ്ടെങ്കിൽ മനസ്സിലായി. ഇതിന്റെ മറ്റേ അല്ല, നമ്മളിവിടെ മേടിക്കുന്നത് ഇവിടെ കടയിൽ നിന്ന് കിട്ടുന്ന നെയ്യാണ്. അപ്പൊ നമ്മൾ നെയ്യ് ഉദ്ദേശിക്കുന്നത് മോരിൽ നിന്ന്, തൈരിൽ നിന്ന് എടുക്കുന്ന നെയ്യാണ്. തൈരിൽ നിന്ന് വെണ്ണെടുത്ത് തൈ ഉരുക്കിയെടുക്കണത്. അല്ലെ ഒരു മിൽക്ക് പ്രോഡക്റ്റ് ആയിട്ട് കണക്കാക്കുക നെയ്യിന്. മറ്റുള്ളതല്ല, ഒരു മീറ്റ് പ്രോഡക്റ്റ് അല്ല. നെയ്യ് ഉപയോഗിച്ച കുഴപ്പമൊന്നും വരില്ല. നെയ്യ് കൊളസ്ട്രോൾ കൂട്ടില്ല കേട്ടോ. ഒരു നല്ല ശുദ്ധമായിട്ടുള്ള നറുനെയ്യാണെങ്കിൽ ഒരിക്കലും കൊളസ്ട്രോൾ കൂട്ടില്ല. ഞങ്ങളൊക്കെ നിത്യം നെയ്യ് ഉപയോഗിക്കുന്ന ആൾക്കാർ. തൈരിന്ന് വെണ്ണെടുത്ത അതൊക്കെ നാച്ചുറൽ ആണ്. ഇവിടെ അത്രയും കിട്ടില്ല. നമ്മള് ഓർമ്മ വെച്ച നെയ്യില്ലെങ്കിൽ ചോറ് ഇറങ്ങില്ലാനുള്ള മട്ടാണ്. നെയ്യില്ലെങ്കിൽ വെണ്ണെങ്കിലും വേണം. ചൂടുള്ള കഞ്ഞിയിൽ വെണ്ണിട്ടാലെ വെണ്ണ ഓടിപ്പോലും. അത് കാണാൻ വലിയ രസം കുട്ടികളൊക്കെ ആവുമ്പോഴേ. നെയ്യുണ്ടെങ്കിൽ മുകളിൽ ഇങ്ങനെ മാറി നിൽക്കും, അത് കാണാൻ രസമാണ്. അപ്പൊ അങ്ങനെ അത് സ്വാദു, അതിന്റെ ടേസ്റ്റ് വേറെ ഒന്നാണ്. അതൊരു സ്വാദിഷ്ടമായിട്ടുള്ള ഹൃദ്യമായിട്ടുള്ള ആഹാരമായിട്ട് കണക്കാക്കാം. അപ്പൊ നെയ്യ് മുഴുവനെ കൊളസ്ട്രോളാന്ന് ധരിക്കണ്ട. അപ്പോ ഈ മധുരമുള്ള മുഴുവനെ പഞ്ചസാരയാണോ? അല്ലല്ലോ. പഞ്ചസാരക്ക് മധുരമുണ്ട്. നെയ്യും മധുരത്തിൽ ശ്രേഷ്ഠമായിട്ടുള്ളതാണ്.
അത് നെയ്യ് കഴിച്ചാൽ ഷുഗർ ഉണ്ടാവില്ല. മധുരത്തിന്റെ ഗുണം തന്നെ. അത് നമ്മൾ 10ാം അധ്യായത്തിൽ പഠിക്കും. ഇപ്പൊ തേൻ മധുരമുള്ളതാണ്. കഫത്തിന്റെ ശമനം. എല്ലാ തേനും ഒരുപോലെയല്ല. ചെറുതേൻ വേറെ ഉണ്ട്. ഓരോ കാലാവസ്ഥക്കനുസരിച്ചും പുഷ്പങ്ങൾക്കനുസരിച്ചും തേനീച്ചക്കനുസരിച്ചും തേനിന്റെ ക്വാളിറ്റി മാറും. ഈച്ചക്കനുസരിച്ച്. ശർക്കരയിൽ നിൽക്കുന്ന തേന് വേറെ, കരിമ്പ് നിൽക്കുന്ന തേന് അല്ല മധുരം വേറെ. കരിമ്പ് നിൽക്കുന്നത് പ്രമേഹം കൂട്ടും. അപ്പോൾ പഞ്ചസാരക്ക് ഡയബറ്റീസ് ഉണ്ടാക്കാൻ സാധ്യത. അതേപോലെ ഈ വെട്ടുനെയ്യ് പറയും, ഈ മൃഗക്കൊഴുപ്പ്, ഈ മൃഗങ്ങളുടെ ഇടയിൽ നിന്ന് കിട്ടുന്ന ഒരു കൊഴുപ്പുണ്ട്, മാംസത്തിനുണ്ട്, വസ എന്ന് പറയും. ആ വസ കഴിക്കുകയാണെങ്കിൽ അത് കൊളസ്ട്രോൾ ഉണ്ടാക്കും. ശുദ്ധമാംസസ്യ സ്നേഹസ്ഥ വസ പരികീർത്തിത. അങ്ങനത്തെ വസയാണ്. അതല്ലാണ്ട് തന്നെ ഈ പോത്തിനെ കറക്കുമ്പോൾ, ഈ പോർക്ക് മുതലായ പന്നികളെ കറക്കുമ്പോൾ അതിന് കിട്ടുന്ന വെട്ടുനെയ്യ് പറയും. അതും വളരെയധികം, അത് നമ്മൾ സോപ്പിനൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സാധനം. മട്ടൻ്റെ ആയാലും അത് ഭക്ഷണത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന മായം ചേർത്തിട്ട് ഇവിടേക്ക്. അപ്പൊ അത് ആൾക്കാർക്ക് ഉപയോഗിക്കുന്നുണ്ട്. ഈ മീറ്റിൽ നിന്ന് കിട്ടുന്ന നെയ്യ് അതൊക്കെ കൊഴുപ്പുണ്ടാക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും. മത്സ്യം മാംസം കിട്ടുന്ന പന്നിയുടെ ഇറച്ചിയിൽ നിന്ന്, പോത്തിന്റെ ഇറച്ചിയിൽ നിന്ന്, ആടിന്റെ ഇറച്ചിയിൽ നിന്ന് കിട്ടുന്ന നെയ്യ് ഒരു വെളുത്ത നിറത്തിലുള്ളതാണ്. അത് കൊഴുപ്പുണ്ടാക്കും, കൊളസ്ട്രോൾ ഉണ്ടാക്കും. വെണ്ണ ഒരുക്കി ഉണ്ടാക്കുന്ന നെയ്യ് ഇവിടെ ഉഷാജി പറഞ്ഞ മാതിരി നമ്മൾ നല്ലൊരു ബ്രാൻഡ് കണ്ടുപിടിക്കണം. കാരണം ഇവിടെ നമുക്കിങ്ങനെ വെണ്ണ ഉണ്ടാക്കി ഒരുക്കാനുള്ള സെറ്റപ്പ് കുറച്ച് കുറവാണല്ലോ. ഒരിക്കൽ തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ മേടിക്കുന്നത് ഒരു ഫ്രഷ് ടൈംസ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഓർഗാനിക് ബ്രാൻഡ് ഉണ്ട്. അവിടെ നിന്നാണ് മേടിക്കുന്നത് നെയ്യ്. ഏത് ബ്രാൻഡാ? ഫ്രഷ് ടൈം എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് നമ്മളൊരു ഓർഗാനിക് ഗീ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡ് ഉണ്ട്. അതിൽ നിന്നാണ്. സ്വാദൊക്കെ ഉണ്ട് നല്ലോണം. പക്ഷെ നമ്മളൊന്ന് റിസർച്ച് ചെയ്യണം ഏതാണ് ശരിയായിട്ടുള്ള കുറച്ചും കൂടി ബ്രാൻഡ് ആണ്. ഡോക്ടർ ജി, എൻ്റെ ഒരു വേറെ ചോദ്യം, ഈ ഓട്ട് മീലിനെ പറ്റി കേട്ടിട്ടുണ്ടോ? അതിന്റെ ഫലങ്ങൾ എന്താണ്? ഈ ഓട്ട് മീല് ഓട്സ് ആഹാരമാണ്. നല്ലതാണല്ലേ ഓട്ട്? ഇതാണ് ശരിക്കും എടുക്കുകയാണെങ്കിൽ ധാന്യമാണല്ലോ. അതെ. അതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന് വളരെ പെട്ടെന്ന് അബ്സോർബ് ചെയ്യും, ക്ഷീണം കുറയ്ക്കും. സ്റ്റാർച്ചിന്റെ അളവ് കുറച്ച് കുറവാണല്ലോ. ഓട്സ് കഴിക്കുന്ന ആൾക്കാർ കൂടി വരികയാണ് ഇപ്പം ഇവിടേക്ക്. ഓട്സ് ആണോ ചാമയാണോ നല്ലത്? രണ്ടും രണ്ട് എഫക്റ്റ് ആണ്. ശരി. ചാമ തൃണധാന്യത്തിൽ പെട്ടു, മറ്റതും ഈ ഷിംബിയിൽ പെട്ടതാണ്. ഓരോന്നിനും ഓരോ, അത് നമ്മള് 6ാം അധ്യായത്തിൽ വിശദമായിട്ട് പറയുന്നുണ്ട്. ദ്രവ്യാദി അന്നസ്വരൂപ വിജ്ഞാനി എന്നൊരു അധ്യായത്തിൽ പറയുന്നുണ്ട്. പണ്ട് മുതലേ ഇവിടെ ഉപയോഗിച്ച തൃണധാന്യങ്ങൾ, ചീന, ചാമ, അരി, അരിയുടെ അവസ്ഥാവിശേഷങ്ങള്, ഷഷ്ടികശാലി, ശാലി, ബ്രീഹി, അങ്ങനെ കുറെ അരികൾ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. വിവിധതരം അരികൾ ഉപയോഗിക്കും, വിവിധതരം ഗോതമ്പ് ഉപയോഗിക്കും, വിവിധതരം ധാന്യങ്ങൾ ഉപയോഗിക്കും. തൃണധാന്യങ്ങൾ, ശിംബിധാന്യങ്ങൾ, കമ്പ് എന്നൊരു സാധനമുണ്ട്, അതൊക്കെ ഉപയോഗിക്കും. അതിൽപ്പെട്ടാണ് ഓട്സ്. അതുപോലെ ബാർലി ഓട്സ് ഒക്കെ ഏതാണ്ട് സമാന ഗുണത്തിൽ പറയാം. ബാർലി പറഞ്ഞെങ്കിൽ ഈ യവം എന്ന് പറയും, ജൗ യവം. ഓട്സിനെ കുറിച്ച് ഓട്സ് എന്താ വെച്ചാൽ അത് നന്നായിട്ട് ഈ അതിന് വ്യാപാരം ചെയ്ത് നന്നായിട്ട് പെട്ടെന്ന് പാക്ക് ചെയ്തിട്ട് വിപണനം ചെയ്യണ്ടേ. എന്തുകൊണ്ട് നമ്മുടെ അവില് നെല്ല് കുത്തിയ ചോന്നരുടെ അവില്, വെളുത്ത അവിലൊക്കെ, അതും അതേപോലെ കൊടുത്താൽ നന്നായിരിക്കും. ഏതാണ്ട് സമാന ഗുണങ്ങൾ തന്നെയാണ് രണ്ടിനും. ചെറിയൊരു മാറ്റേണ്ട, ഗുരുലകത്വത്തിൽ മാറ്റേണ്ടത് മാത്രം. ഈ ചോന്ന അരിയുടെ നെല്ലിന്റെ അവിലാണെങ്കിൽ ഓട്സിനേക്കാൾ വിശേഷമാണ്. അപ്പോ ഈ ചെമ്പാവരി, മാപ്പിള ചെമ്പാവരി, അതിൻ്റെയൊക്കെ അവലെടുക്കുകയാണെങ്കിൽ ഓട്സിനേക്കാൾ പെട്ടെന്ന് ക്ഷീണം. അത് വെറുതെ വെള്ളത്തിലിട്ട് ആ വെള്ളം കുടിച്ചാൽ തന്നെ മതി. തിളച്ച വെള്ളത്തിൽ ഇട്ട് വയ്ക്കുക, എന്നിട്ട് കുടിക്കുക.
പാലിട്ടാലും മതി. ഓട്സും അങ്ങനെ ഉപയോഗിക്കില്ല, പാലിലിട്ടിട്ട് വെള്ളത്തിലിട്ടിട്ട്. തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ വേഗം അത് നുലവ് പോലെയാവും, വേഗം കുടിക്കാം. അത് വേവിക്കൊന്നും വേണ്ട. അങ്ങനെ തന്നെ അവല് നനച്ചതെന്നൊക്കെ പറയില്ലേ പണ്ടൊക്കെ, നാളികേര വെള്ളത്തിലോ തേങ്ങയിലോ അല്ലെങ്കിൽ വെറുതെ ചൂടുവെള്ളത്തിലോ ഒഴിച്ചിട്ട് അവല് നനച്ച് ഉപ്മാവൊക്കെ ആയി കഴിക്കും, നനച്ചവില്. എന്നുപോലെ തന്നെ ഓട്സും ഉള്ളൂ. അതിന്റെ ഈ കൊയ്ത്തൊക്കെ നടത്തുമ്പോൾ സാധാരണ ഈ നമ്മള് നെല്ല് കൊയ്യുമ്പോൾ ഒരു വിളവ് താത്തി കൊയ്യാന്ന്, അങ്ങനെ കൊയ്യുമ്പോൾ അത് ഈ ഓട്സ് പോലത്തെ ഈ അവലുണ്ടാക്കാൻ നല്ലതാണ്. ചെയ്തിട്ടേ അതൊന്ന് വെള്ളത്തിലിട്ട് വീർപ്പിച്ച് അതിനെ വറുത്ത് ചതക്കുക ചെയ്യുക. അപ്പൊ അവലായി ഇടിക്കാന്ന് പറയും, ഇടിച്ചെടുത്ത ആയി. അതേപോലെ ഓട്സ് തന്നെ ഉണ്ടാക്കണം. അതെന്താ വെച്ചാൽ നന്നായി ഡ്രൈ ആയിട്ട് നന്നായി പാക്ക് ചെയ്താല് അതിൽ ഫംഗസ് ഒന്നും വരില്ല, ബാക്ടീരിയ ഒന്നും വരില്ല. അങ്ങനെ പൂപ്പൽ പിടിക്കാണ്ട് എടുത്തു വെച്ചാൽ അത് ഉപയോഗിക്കാം. പെട്ടെന്ന് പൂപ്പൽ പിടിക്കും നമ്മുടെ അവലില്. എന്നാൽ മലരാണെങ്കിലും പെട്ടെന്ന് പൂപ്പൽ പിടിക്കും, അതും ഉപയോഗിക്കാം മലര്. പക്ഷെ അത് കുറെ സ്ഥലം വേണം, വെയിറ്റ്ലെസ് ആണ്. ഓട്സിനേക്കാൾ ഗുണം ചെയ്യാൻ മലരാണ് കമ്പയർ ചെയ്യുമ്പോൾ. പക്ഷെ മലര് സാധാരണ ലഘുവായിട്ടുള്ളതാണ്, തൊണ്ടയ്ക്ക് നല്ലതാണ്. ഒരു ഇപ്പൊ തൈറോയ്ഡ് രോഗങ്ങൾ കൂടി വരികയാണല്ലോ, കണ്ടത്തിലുണ്ടാവുന്നത് ശോഫങ്ങളും ഒക്കെ. അപ്പൊ അതിന് ഈ ഹോർമോൺ ഈ പ്രവാഹത്തിന്, സെക്രീഷനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും മലരിന്. അതേപോലെ ഈ ചുക്കിന്, ഇഞ്ചിക്ക്, തൃകടുവിനൊക്കെ. അപ്പൊ അതുകൊണ്ട് ഈ ദഹനം ശരിക്കും നടന്നില്ല എങ്കിൽ ഇങ്ങനത്തെ വൈഷമ്യങ്ങളൊക്കെ ഉണ്ടാവും, മഹാരോഗങ്ങൾ ഉണ്ടാവും. അത് അടുത്ത ക്ലാസ്സിൽ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം, 1 by 1 ആയിട്ട്. ഇതേ അദ്ദേഹം തന്നെ പറയും, നാമദോഷം മഹാഘോരം, ഘോരമായിട്ടുള്ള വിഷത്തിന് തുല്യമായിട്ടുള്ള രോഗങ്ങൾ ഉണ്ടാവും നാമങ്ങളെ കൊണ്ട്, ഇൻഡൈജഷൻ കൊണ്ട്. അപ്പൊ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ നിന്നാണ് എല്ലാ രോഗവും ഉണ്ടാവുന്നത്. ഘോരമായ ഭയാനകമായ രോഗങ്ങൾ ഉണ്ടാവുന്നു ഈ കഴിക്കുന്ന ആഹാരത്തിന്റെ പരിണാമമാണ്. ദഹനം ശരിക്ക് വന്നില്ല, ബുദ്ധിമുട്ടായി. ഒരു എളുപ്പമായിട്ട് കഴിക്കാൻ, അധികം മെനക്കെടാണ്ട് കഴിക്കാൻ പറ്റുന്നതാണ് ഓട്സ്, അവില്, മലരൊക്കെ. മലരാണെങ്കിൽ അതിന്റെ ഈ ഉമി കളയണം, കളഞ്ഞത് നമുക്ക് കിട്ടില്ല. ഉമി നമ്മൾ വറുത്ത് കളയണം. മലര് അങ്ങനെ പാക്ക് ചെയ്യാൻ വലിയ ഇതും വേണം. അപ്പൊ മലരിന്റെ ഉപയോഗം ഇപ്പൊ ഈ പൂജകളിൽ മാത്രമായിട്ട് ചുരുങ്ങിയിരിക്കുന്നു, ഈ ഹവനത്തിന്, ഹോമങ്ങൾക്ക് മാത്രമേ ചുരുങ്ങി. മലർപ്പൊടിയൊക്കെ. അവില് പിന്നെയും പാക്കറ്റിൽ മാർക്കറ്റിൽ കാണാം, ഓട്സ് ഇഷ്ടം പോലെ കാണാം. മലരിനെ പാക്ക് ചെയ്ത് കൊടുക്കാൻ എങ്കിൽ അത് നന്നായിരിക്കും. പക്ഷെ മലര് പാക്ക് ചെയ്യുമ്പോൾ ഈ ആൾക്കാർ വളരെ ഹൈജീനിക് ആവണം. അത് കൈകൊണ്ട് തുടരരുത്. അതിന്റെ വറുത്ത് കഴിഞ്ഞാല് പിന്നെ അത് അങ്ങനെ പാക്ക് ചെയ്യണം. അതിൽ ഉമി ഉണ്ടാവുകയെ, ആ ഉമി നമ്മൾ കഴിക്കുന്ന വ്യക്തികൾ ഉമികൾ മാറ്റും, എന്നാൽ നമുക്ക് വൃത്തിയായിട്ട് എടുക്കാമല്ലോ. അതല്ല എങ്കിൽ നെല്ല് വാങ്ങി, നെല്ലെടുത്ത് അത് ഒന്ന് വെള്ളത്തിലിട്ട് കുറച്ച് ഉയർത്തി പിന്നെ നമ്മൾ പാത്രത്തിലിട്ട് ഡ്രൈ ആയിട്ട് ഫ്രൈ ചെയ്താൽ മതി. അപ്പൊ പൊട്ടി മലരായി മാറും. അത് മെനക്കെടണം. ഇപ്പൊ ആൾക്കാർക്ക് അങ്ങനെ മെനക്കെടാൻ ഉള്ള സൗകര്യങ്ങളോ സമയമോ അതിന്റെ ഒരു മടിയാണ്. ആഹാരം വെച്ച് കഴിക്കാന്നൊരു താല്പര്യമില്ല ഇവിടേക്ക്. ഒക്കെ പാഴ്സലാ ഇഷ്ടം. അങ്ങനത്തോട് പറഞ്ഞിട്ട് കാര്യമില്ല. കൈ നനയാണ്ട് മീൻ പിടിക്കാന്ന് കേട്ടില്ല, അതാണ് ഇപ്പൊ ഇഷ്ടം. അപ്പൊ മെനക്കെടില്ല ആരും. അതാണ് ഈ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ചൂടാക്കി പുനഃതപ്തമായിട്ടുള്ളതൊക്കെ ഉപയോഗിക്കുന്നത്. പുനഃതപ്തമായിട്ടുള്ള അതേ അധ്യായത്തിൽ തന്നെ പറയുന്നത്, പുനഃതപ്തം വിഷോപം എന്നാണ്. ഒരിക്കൽ പാകം ചെയ്തുണ്ടാക്കിയിട്ട് വീണ്ടും ചൂടാക്കി ഉപയോഗിച്ചാൽ അത് വിഷത്തിന് തുല്യമാണ്. പരിണാമം സംഭവിച്ചു, ടേസ്റ്റ് മാറും. ഓട്സ് കഴിക്കാം ഫ്രഷ് ആണെങ്കിൽ കേട്ടോ, നല്ലതാണ്. ചൂടാക്കിയിട്ടേ കഴിക്കുമോ, പച്ചയായിട്ട് കഴിക്കരുത്. ഇപ്പൊ തിളച്ച വെള്ളത്തിലോ അല്ലെങ്കിൽ പാലിലോ ഒക്കെ ഇട്ട് തിളപ്പിച്ച് കഴിക്കാം. എങ്ങനെയാ ഓട്സ് ഉപയോഗിക്കാറ് അവിടെയൊക്കെ? ഉപ്മാവ് ഉണ്ടാക്കാം. ഇവിടെ സാധാരണ നമ്മൾ ഈ കഞ്ഞി ഉണ്ടാക്കണമാതിരി വെള്ളത്തില് തിളപ്പിച്ചിട്ട് കുറച്ച് നെയ്യും ഉപ്പിട്ടിട്ട് കഴിക്കും, കഞ്ഞി കഴിക്കണ മാതിരി. നാളികേരം ഓട്സ് ഉപ്പുമാവ് ഉണ്ടാകാം.
അത് നല്ല എല്ലാറ്റിനും പറ്റി അവിലോണ്ട് ഉപ്മാവ് ഉണ്ടാക്കില്ല എന്ന പോലെ തന്നെയാണ്. അതെ. അതിന്റെ ധാന്യത്തിന് മാറ്റം വരും, അത്രേ ഉള്ളൂ. ബാർലി അവിലൊടിച്ചാൽ അതേപോലെ തന്നെ വരും. ഈ ബാർലി പറഞ്ഞാൽ നമ്മൾ യവം ജൗ എന്ന് പറയും. ഞാന് പുട്ടുണ്ടാക്കും. ഓട്സ്, അരിയുടെ പൊടി, പിന്നെ റാഗിയുടെ ഇതുകൂടെ ഇട്ട് റാഗി കുറച്ച് റാഗി സ്വാദിഷ്ട ആഹാരം ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം. പക്ഷെ ഓട്സ് ലഘു ആക്കാം. അല്ല, എല്ലാം കൂടെ മിക്സ് ചെയ്ത് അരി ആകുമ്പോ ഒത്തിരി ആവണ്ട. അപ്പം ഓട്സും ഇതും റാഗി പൊടി പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യാൻ നല്ല ഓട്സ് ആണ്. എളുപ്പമാണ്. അതിൽ ഈ മറ്റേ കൊഴുപ്പിന്റെ അംശം കുറവാണ്. അതുപോലെ അവിലും അതെ നല്ലതാണ്. മലരും അവിലൊക്കെ നല്ലതാണ്. മലര, അവില, ഓട്സ്, ബാർലി ഒക്കെ നല്ലതാണ്. യവം പക്ഷെ യവൊക്കെ ആകുമ്പോൾ എന്താ വെച്ചാൽ വാതകോപം ഉണ്ടാക്കും. ഗോതമ്പാണെങ്കിൽ ഗുരുത്തുള്ളതാണ്, ഈ കുറച്ച് ദഹിക്കാൻ പ്രയാസമുള്ളതാണ്. ഇതൊക്കെ പറയുന്നുണ്ട്, 9ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. ഇതിനെക്കുറിച്ചൊക്കെ ഒരു 5000 വർഷങ്ങൾക്ക് മുമ്പുള്ള അറിവാണ് നമ്മുടെ ഇവിടെ. അത്ഭുതം തോന്നുന്നു. അന്നിവിടെ ഇങ്ങനത്തെ ധാന്യങ്ങളൊക്കെ തരംതിരിച്ചിരിക്കുന്നു. പുല്ലുന്നുണ്ടാവുന്ന ധാന്യങ്ങൾ, നെല്ലുന്നുണ്ടാവും, അല്ലാതെ ഉണ്ടാവുന്നത്, അതിന്റെ ഉണ്ടാക്കുന്ന രീതികൾ, കോമ്പിനേഷൻസ്, മിക്സ് ചെയ്യുമ്പോൾ സംയോഗ പ്രഭാവം എന്ന് പറയും. ഒക്കെ ഇപ്പോ ഓട്സും അവിലും റാഗിയൊക്കെ കൂടി ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രഭാവം എന്ന് പറയും സംയോഗ പ്രഭാവം. അതിന്റെ ദോഷങ്ങൾ, ചേരുവകൾ ചേർക്കുമ്പോൾ ഉണ്ടാവുന്ന വൈരുദ്ധ്യങ്ങൾ, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ആയുർവേദം. അപ്പൊ അന്നത്തെ ഇത്രയും ടെക്നോളജി ഇല്ലാത്ത കാലത്ത് എങ്ങനെ ഇതൊക്കെ അനുഭവത്തിൽ മാത്രമാണ് അത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അനുമീയന്തേ നാനാ ദ്രവ്യാശ്രയ ഗുണഹ. കർമ്മം കൊണ്ട് അനുഭവത്തിൽ നിന്നും ശാസ്ത്രമായിട്ട് ഉരുത്തിരിഞ്ഞാണ്. അപ്പൊ ഒരു ദിവസം ഉണ്ടായതല്ല. ഒരാൾക്ക് ഒന്ന് ഉപയോഗിച്ച ഗുണം കണ്ടു വെച്ചാൽ എല്ലാവർക്കും ഗുണം കണ്ടോളണം എന്നില്ല. അപ്പൊ കോടാനുകോടി ആൾക്കാരുടെ ഉപയോഗിച്ച് അതിന്റെ വരും വരായകൾ ചിന്തിച്ചിട്ടാണ് അതിനെ ശാസ്ത്രമാക്കി മാറ്റിയത്. ഒരു 7 തലമുറ എങ്കിലും പണിയെടുത്തുണ്ടാവുന്നതാണ് കണക്കാണ്. 7 തലമുറ പറഞ്ഞെങ്കിൽ 700-800 കൊല്ലം. ഒരു വ്യക്തി ചെയ്യണതല്ല, ഒരു സമൂഹം തലമുറകളായിട്ട് ചെയ്തു കൊണ്ടിരുന്നതാണ് ശാസ്ത്രാക്കിയിട്ട്. എന്റെ വകത്ര കണ്ടുപിടുത്തങ്ങളുണ്ട്, അടുത്ത തലമുറ, അടുത്ത ശിഷ്യന്മാരത്ര, അങ്ങനെയാണ് ഇത് ഉരുത്തിരിഞ്ഞു വരുന്നത്. അപ്പൊ ഒരു ദിവസം പൊട്ടിമുളയ്ക്കണതല്ലത്, ലാബിലുണ്ടായിട്ട് അത് കണ്ടുപിടിച്ചു വരുന്നതല്ലത്. അതുകൊണ്ട് നമുക്ക് ക്ഷമ വേണം, സാവകാശം വേണം, സമയം വേണം. ഇത്രയും സമയം കൊണ്ട് ഒരു 600, 700, 800 കൊല്ലം കൊണ്ട് ഉരുത്തിരിഞ്ഞു വരുന്ന ശാസ്ത്രമാണെന്ന് ഓർമ്മിക്കണം. അപ്പൊ കുറ്റമറ്റതാണ്. ധൈര്യമായിട്ട് ശാസ്ത്രങ്ങളെ നമുക്ക് പിന്തുടരാം. ഡോക്ടർ ജി പറഞ്ഞല്ലോ, വളരെ നല്ല ക്ലീനായ സ്ഥലത്ത് നല്ല മനസ്സോടുകൂടി കുക്ക് ചെയ്ത് സന്തോഷമായി കഴിക്കുന്ന ആ രീതി വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ നമ്മുടെ ശാസ്ത്രപരമായിട്ട് ഇത്രയും കൊല്ലത്തിൽ നിന്നുള്ള അറിവില് ഏത് തരം സംസാരങ്ങളാണ് ഊണ് കഴിക്കുമ്പോൾ ഉണ്ടാവേണ്ടത്? ഊണ് കഴിക്കുമ്പോൾ സംസാരിക്കാൻ തന്നെ പാടില്ല. ഭാഷണം സാമിഗുപ്തസ്യ രാഗദ്വേഷ ഭയാദിജാണ്. രാഗദ്വേഷങ്ങൾ ഉണ്ടാവാൻ പാടില്ല, നമ്മൾ ദേഷ്യം ഉണ്ടാവാൻ, കോപം ഉണ്ടാവാൻ പാടില്ല, സങ്കടം ഉണ്ടാവാൻ പാടില്ല, അധികം സംസാരിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്കാരെ തെറിക്കും, പിന്നെ നമ്മുടെ ശ്രദ്ധ മാറും. ശ്രദ്ധയോടുകൂടി സംസാരിക്കാണ്ട് കഴിക്കണം ഭക്ഷണം. ഭക്ഷണത്തിൽ ശ്രദ്ധ വരണം. അപ്പോ ഈ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കുന്നത് തെറ്റാണെന്നാണ് ആയുർവേദം പറയുന്നത്. ഇവിടെ സ്ഥലത്തിനും കാലത്തിനും അതീതമായി കൊണ്ട് നമ്മൾ അമേരിക്കയിൽ പൊതുവെ ലഞ്ചിന് പോവുക, ഡിന്നറിന് പോവുക എന്ന് പറയുന്നത് വർത്തമാനം പറയാൻ വേണ്ടിയിട്ടാണ് ഈ പോകുന്നത്. അപ്പോ വലിയൊരു വ്യത്യാസം തോന്നുന്നു നമ്മുടെ കൾച്ചറും ഈ കൾച്ചറും. ഇവിടെ അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ആൾക്കാർ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരിക്കും. ഇപ്പൊ അങ്ങനെയായിട്ട് ഇവിടെയൊക്കെ. പക്ഷെ അത് സംസാരിക്കുമ്പോ അത് അങ്ങനെ പാടില്ല, തൊണ്ടേ പോവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ അത് ടി വി കാണുന്നു, സിനിമ കാണുന്നു,
സിനിമ കണ്ടിട്ട് TV കണ്ടിട്ട് ഭക്ഷണം കഴിക്കുന്നു, സംസാരിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്നു. അത് നമ്മുടെ പരിണാമത്തിനെ ബാധിക്കും. ആഹാരത്തിന്റെ പരിണാമം ഉണ്ടല്ലോ, പരിണാമത്തിനെ ബാധിച്ച് അപ്രകാരമുള്ള മെന്റൽ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവും. നമ്മള് ഭയം കൊണ്ടോ ശോകം കൊണ്ടോ മനസ്സിൽ കലുഷിതമാവുമ്പോഴോ, മനസ്സിൽ എന്തെങ്കിലും വൈഷമ്യങ്ങൾ വരുമ്പോഴോ, മനസ്സിൽ ആഹ്ലാദം വരുമ്പോഴോ, മനസ്സിൽ ചിന്തകൾ വരുമ്പോഴോ, ദൃശ്യങ്ങൾ കാണുമ്പോഴോ ഒക്കെ ഉണ്ടാവുന്ന ആഹാരം പചിക്കുമ്പോൾ, അത് അബ്സോർബ് ചെയ്യുമ്പോൾ, അതിൻ്റെ ഡെവലപ്മെന്റില്, അതിൻ്റെ തന്നിമിത്തമായി ഉണ്ടാവുന്ന മനസ്സിന്റെ അംശത്തിന് മാറ്റങ്ങൾ വരും. മാറ്റങ്ങൾ വരും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സാത്വിക താമസ രാജസ ഭേദേന മാറ്റങ്ങൾ വരും. ഒരു രജോ ഗുണപ്രധാനമായിട്ടുള്ള കാഴ്ച കണ്ടുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, താമസമായിട്ടുള്ള കൊണ്ട് ഭക്ഷണം കഴിച്ചാൽ, ഇപ്പോൾ ഈ കൊച്ചു TV മുതലായ സാധനങ്ങൾ കാണുമ്പോൾ കുട്ടികൾക്ക് ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ മനസ്സ് അങ്ങനെയാവും, താന്തോന്നികളാവും കുട്ടികൾ. ഓട്ടിസം വരും, ഹൈപ്പർ ആക്ടിവിറ്റി എന്നൊക്കെ പറയില്ലേ, അതൊക്കെ അങ്ങനത്തെ ഭക്ഷണത്തിൽ ഉണ്ടാവുന്നതാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ കുട്ടികൾക്ക് ഈ TV ഒന്നും വെച്ചു കൊടുക്കരുത്, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഇടി തല്ലൊക്കെ ഉള്ള ഈ കുട്ടികളുടെ TVക്ക് മുഴുവൻ അറിയില്ല, ഓരോ ഇതുണ്ട്. കൊച്ചു TV എന്താ പറയുക, കൊച്ചു TV പിന്നെ എന്തൊക്കെയോ കുറച്ച് സാധനങ്ങളുണ്ട് കുട്ടികൾക്ക് കാണുന്നത്. അപ്പൊ അമ്മമാര് വെച്ചു കൊടുക്കണം, അത് വെച്ചിട്ടൊന്നും ഭക്ഷണം കൊടുക്കരുത് കുട്ടികൾക്ക്. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ രീതിയിലുള്ള മൈൻഡ് വരും, താന്തോന്നികളായിട്ടുള്ള തലമുറ ഉരുത്തിരിഞ്ഞു വരും. അച്ഛനമ്മമാരും ഉപദ്രവിക്കും, സമൂഹത്തിന് ഗുണം ചെയ്യില്ല, ഹൈപ്പർ ആക്ടിവിറ്റി വരും, മനോവൈഷമ്യങ്ങൾ വരും, ഓട്ടിസം വരെ വരും. പിന്നെ ഇവിടുത്തെ ഈ ഒരു സെറ്റപ്പില് ഈ ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് വളരെ പോപ്പുലർ ആവുന്നു ഡോക്ടർ ജി. ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ 16 മണിക്കൂറൊക്കെ കഴിക്കാണ്ടിരിക്കുക, എന്നിട്ട് എന്തെങ്കിലും ഒരു മീല്, ഒരു ദിവസത്തിൽ ഒരു മീല് മാത്രം ഹെവി ആയിട്ട് ബാക്കിയൊക്കെ ഫാസ്റ്റ് ചെയ്യുക. ആ ഒരു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിംഗ് വളരെ ഒരു തടി കുറയ്ക്കാനായിട്ടുള്ള ഒരു നല്ലതാണ് എന്നും പറഞ്ഞു ഇവിടെ ഡോക്ടർമാരൊക്കെ ഉപദേശിക്കുന്നു ഇന്റർമീഡിയന്റ് ഫാസ്റ്റിങ്ങിനെ പറ്റിയിട്ട്. അതിന്റെ അഭിപ്രായം എന്താണ്? എന്നുവെച്ചാല് ഈ ഏകഭുക്ത യോഗി എന്ന് പറഞ്ഞു, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, അവൻ യോഗിയാണ്. ഒന്നിൽ രാവിലെയോ അല്ലെങ്കിൽ മധ്യാഹ്നത്തിലോ അല്ലെങ്കിൽ വൈകുന്നേരം അസ്തമനത്തിന് മുൻപാണ് കഴിക്കുക. സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ്. സാധാരണഗതിയിൽ ഒരു 10 മണിക്ക്, രാവിലെ 11 മണിക്ക് കഴിക്കുന്ന അഭികാമ്യം. ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുക, ബാക്കിയുള്ള അത് യോഗം പറയണം. ശരിക്ക് സാധാരണക്കാരന്റെ രീതി അനുസരിച്ച് 2 നേരം ഭക്ഷണം കഴിച്ചാൽ, രാവിലെയും വൈകുന്നേരവും. സൂര്യോദയത്തിന് ശേഷം ഒരു 9 മണിക്ക് രാവിലെ, അതേപോലെ വൈകുന്നേരത്താണെങ്കിൽ ഒരു 5 മണി, സൂര്യാസ്തമനത്തിന് 1 മണിക്കൂർ മുൻപ്, ഉദയത്തിന് 2 മണിക്കൂർ ശേഷം. അതാണ് ആഹാരകാലം. ആഹാരകാലം അങ്ങനെ ആഹാരത്തിന്റെ കാലം പറയുന്നുണ്ട്. അത് ആ കാലത്തിനനുസരിച്ച് കഴിച്ചാലാണ് ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ കിട്ടുള്ളൂ. ഈ ഫാസ്റ്റിങ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില അതിപ്പോ ഈ അദ്ദേഹത്തിൽ പറയുന്നുണ്ട്. ഇപ്പോ ചില ഏകാദശികള്, പ്രദോഷങ്ങള്, ഒരു നേരം മാത്രം ഭക്ഷണം കഴിക്കുന്ന ഫാസ്റ്റിങ്ങുകൾ, അതൊക്കെ ഈ അഗ്നിദീപ്തി വർദ്ധിപ്പിക്കാനുള്ളതാണ്. തടി കുറഞ്ഞോളണമെന്നൊന്നുമില്ല, ചിലവർക്ക് തടി അതുകൊണ്ടും കുറയില്ല, അത് വേറെ കാരണമാണ്. ഒരു ജഠരാഗ്നിക്ക് ഒരു ഒഴിവ് കൊടുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. ഒരു വ്രതം നോൽക്കാന്നൊക്കെ പറയില്ലേ, ഒരു വ്രതമായിട്ട് കണക്കാക്കും. ഇപ്പോൾ ചില ഇത് പഠിക്കുന്ന വേദാന്തം ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ചില സമയത്ത് ഒരു 14 ദിവസം പട്ടിണി കിടക്കും. അത് നമ്മളെ ഉപനിഷത്ത് നോക്കിയാൽ അറിയാം. നമ്മളിപ്പോ ഒരു ഛാന്തോക്യം എന്നൊരു ഉപനിഷത്തുണ്ട്, ഉദ്ധാലക ശേതകേതു സംവാദം, 6ാം ഖണ്ഡം വായിച്ചു. അതെ, വളരെ വാസ്തവം. ഞാൻ വായിച്ചത് അതില് പറയുന്നുണ്ട് വളരെ വിശദമായിട്ട്. 14 ദിവസം കഴിഞ്ഞു വന്നിട്ട് എന്താണ് നിന്റെ അനുഭവം എന്ന് ചോദിക്കുന്ന ആ ഒരു രംഗം. വളരെ നന്ദി ഷെയർ ചെയ്തതില്. അനുകരണീയമാണ്. അതിൽ അത്ര പോലും ഇപ്പോഴുള്ള ഈ ഫാസ്റ്റിംഗ് ഒന്നും പറഞ്ഞിട്ടില്ല. ഉദ്ധാലക ശേതകേതു സംവാദം എന്ന് പറയും. അത് പറയുന്നത് അന്നമയം ഹി സൗമ്യമന എന്ന് സ്ഥാപിച്ചു കൊടുക്കാണ് 10 ഉദാഹരണം കൊടുത്തുകൊണ്ട്. ആ ഉദ്ധാലക മഹർഷി മകനാണ് ശ്വേതകേതു, മകന് വേണ്ടിയിട്ട്. അപ്പൊ അത് നമ്മൾ പഠിപ്പിക്കുക കുട്ടികളെ, അതനുസരിക്കുക, നമ്മൾ നല്ല സ്വീകരിച്ച് നമ്മൾ പഠിക്കുക. അപ്പൊ അത് പറയുമ്പോൾ അത് അതിന്റെ സുപ്രീം ആണത്, അതിന്റെ അപ്പുറത്തൊന്നുമില്ല. പിന്നെ എങ്ങനെയാണ്, എന്താണ് സുഖം, എന്താണ് സന്തോഷം, എന്താണ് ആഹ്ലാദം, എന്താണ് ആനന്ദം, എങ്ങനെയാണ് ഉണ്ടാവുന്നത്, എന്താണ് അന്നം, എങ്ങനെയാണ് അന്നം മനസ്സായി മാറുന്നത്, അന്നമയ കോശം എങ്ങനെ മനസ്സെങ്ങനെയാ അന്നമയ കോശത്തിൽ ബന്ധം വരുന്നത്, എന്താണ് അതിൻ്റെ പരിണാമമായിട്ട് നടക്കുന്നത്, അതില് പരിണമിക്കാണ്ടിരിക്കുന്നത് ഏതാണ്,
ആ മനസ്സിന്റെ ഘടകങ്ങൾ ഏതൊക്കെയാണ്? അത് മാണ്ഡൂക്യം മുണ്ടകം ഒക്കെ പഠിച്ചാൽ മനസ്സിലാവും. അപ്പോ മനസ്സിനെ ഡിവൈഡ് ചെയ്യുന്നു, വീണ്ടും വീണ്ടും സൂക്ഷ്മതമങ്ങളായിട്ട് പോവുകയാണ്, ആഗ്നേയ വിശ്വപ്രജ്ഞാദികളായിട്ട്. അപ്പോൾ എത്തുന്നത് പ്രജ്ഞനിലാണ്, ഭക്ഷണത്തിന്റെ പ്രാണൻ ആണ്. അന്നബ്രഹ്മ എന്നൊക്കെ പറയാനുള്ള കാരണം അതാണ്. അപ്പൊ അത് നമ്മള് ഇപ്പോ ഈ ഉപനിഷത്തുകള്, ഇങ്ങനത്തെ വേദങ്ങള് ഒരു ഉയർന്ന നിലവാരം പുലർത്തുന്നതാണ്. അത് കാലാതീതമാണ്, സത്യമാണ്, ആഗമമാണ്, പ്രത്യക്ഷ ഫലദർശനമാണ്, മന്ത്രവത്സം പ്രയോക്തവ്യം നമീമാംസം കഥഞ്ജന എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതനുസരിച്ചാൽ മതി. അപ്പൊ ഈ ഏക ഫാസ്റ്റിങ്ങോ അതൊക്കെ ഇപ്പൊ ഇവർ കണ്ടെത്തിയതല്ലേ, ഒരു നേരത്തെ ഫാസ്റ്റിംഗ് ഒക്കെ, 2 നേരത്തെ ഫാസ്റ്റിംഗ് ഒക്കെ. അത് അതിനേക്കാൾ എത്രയോ ഉയർന്ന നിലവാരമുള്ളതാണ്, ശാസ്ത്രോക്തമാണ് ഈ പറഞ്ഞതൊക്കെ. അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അതിന്റെ ഒരു മീഡിയ ഇല്ല, പറഞ്ഞു കൊടുക്കാൻ ആൾക്കാരില്ല, അതിന്റെ സന്ദേശവാഹകരില്ല. അതാണ് പോയതേ. മനസ്സിലായില്ലേ? അതുകൊണ്ട് ഈ ശാന്തോക്യം പഠിപ്പിക്കുക ആൾക്കാർ, കുട്ടികൾക്കൊക്കെ ഉപനിഷത്ത്. സാധാരണ ഒരു പ്രൈമറി സെക്കൻഡറി എഡ്യൂക്കേഷൻ ഉൾപ്പെടുത്തേണ്ട അതൊക്കെ ഈ ഉപനിഷത്ത് പഠനങ്ങൾ. ഇപ്പൊ നമ്മളെ വിദ്യാഭ്യാസം കൊണ്ട് നമുക്ക് കിട്ടുന്ന അഹങ്കാരം മാത്രമാണ്. അതാണ് പറയുന്നത് ശ്വേതകേതുവിനോട്, പഠിച്ചൊക്കെ മറക്കുന്ന. വളരെ വാസ്തവം ഡോക്ടർ ജി പറഞ്ഞത്, വളരെ വളരെ വാസ്തവം. കാരണം ഈ ഉപനിഷത്ത് മതമല്ല, ഒരു ജാതിയല്ല. അതിനൊക്കെ വിട്ടിട്ടുള്ള മനുഷ്യന്റെ ശരീരത്തിനെ പറ്റി പറയുന്നതും ഇന്ദ്രിയങ്ങളെ പറ്റി പറയുന്നതും മാത്രമാണത്. വളരെ 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 വാസ്തവം. ശാസ്ത്രം ഒരു വർഗത്തിന്റെ അല്ലല്ലോ, അത് ഗുരുനാഥന്മാർ ശിഷ്യന്മാർക്ക് പഠിപ്പിക്കേണ്ടതാണ്. ഏതാണ്ട് വായിച്ചു നോക്കിണ്ടതല്ലേ? അത് പഠിപ്പിക്കുക എല്ലാവരും കുറെ. നമ്മളിങ്ങനെ 1 റൗണ്ട് 2 റൗണ്ട് ഇങ്ങനെ പഠിച്ചു വരുന്നു. അതിൽ തത്വമസി ഉണ്ട്. അതന്നെ വലിയൊരു വാക്ക് തത്വമസി. 6ാമത്തെ 7ാമത്തെ ചാപ്റ്റർ ആണെന്ന് തോന്നുന്നു. ഇതൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ഈ പറഞ്ഞ 14 ദിവസത്തെ വ്രതങ്ങളെ പറ്റിയിട്ടും പിന്നെ തത്വമസിയെ പറ്റിയിട്ടും അവനവൻ ആരാണ് എന്നുള്ളതും അതൊക്കെ ജ്ഞാനം എന്താണ്, ഇതൊക്കെ അവനവന്റെ മനസ്സിന്റെയും ശരീരത്തിന്റെയും പറയുമ്പോ എത്ര ഈശ്വരന്റെ ചൈതന്യം കൊണ്ട് കിട്ടിയതാണ് ഈ മനുഷ്യ ഭൗതിക ശരീരം എന്ന് ആലോചിച്ച് നോക്കുക അല്ലെ? നമ്മള് അതിന് ആനന്ദിക്കണം. അതാണല്ലോ ഈ ഗുരുദേവന്റെ സ്തുതിയിൽ പോലെ ആനന്ദം ആനന്ദകരം പ്രസന്നം ജ്ഞാനസ്വരൂപം നിജഭാവയുക്തം എന്നൊക്കെ പറയുന്നത് അതാണ്. വളരെ വിശേഷമാണത്. ഇത് നമ്മൾ ഇവിടുന്ന് ഈ പഠിപ്പിക്കുന്ന ക്ലാസ് ഒക്കെ അവിടെ റെക്കോർഡ് ചെയ്യുന്നുണ്ടോ? അത് അവിടെ റെക്കോർഡിങ് ചെയ്യുന്നുണ്ടോ? അവിടെ ഉണ്ടെങ്കിൽ അതൊന്ന് അയച്ചൊന്നും തിരക്കിടില്ല. അന്ന് മറ്റേ സന്തോഷം ഞാനത് സന്തോഷിന് അയച്ചു കൊടുക്കാം. തീർച്ചയായിട്ടും സന്തോഷിന് അയച്ചു കൊടുക്കാം. അത് തീർച്ചയായിട്ടും അത് യൂട്യൂബിലാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തുന്നുണ്ട്. തീർച്ചയായിട്ടും അതെല്ലാവർക്കും ഒരുപാട് പേർക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് യൂട്യൂബിലേക്ക് കൊടുത്താൽ. അതെ, കാര്യം തന്നെ ഇന്ന് പറഞ്ഞത് നാളെ പറയുമ്പോൾ ചെറിയ വ്യത്യാസങ്ങൾ വരും. അപ്പൊ വൈവിധ്യമാർന്ന രീതിയിൽ ചിന്തിക്കപ്പെടും. അപ്പൊ അതെല്ലാം നമ്മൾ ഉൾക്കൊള്ളണം. തീർച്ചയായും. അപ്പൊ എന്താണ് നമ്മൾ ആലോചിക്കാണ്ട് പറയുന്നതാണല്ലോ, അതും ശാസ്ത്രത്തിന് യോഗ്യമാണ്. ശാസ്ത്രീയമായിട്ടാണ് പറയുന്നത്, അശാസ്ത്രീയമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ അത് ചിന്തകൾ കൂടെ പോവാണ്. അതാണല്ലോ വേണ്ടത്. ഒന്ന് ക്രോഡീകരിച്ചാൽ തിരക്കിലേക്ക് എന്താ പറഞ്ഞതെന്ന് ഓർമ്മ ഉണ്ടാവില്ല. ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഇവിടെയൊക്കെ കൊറോണ കൂടി വരികയാണ് നാട്ടില്. വലിയ കഷ്ടമാണ് കേൾക്കുന്നത്, വലിയ സങ്കടം. അത് വലിയൊരു പ്രശ്നമാണ്. ഞങ്ങളുടെ ഇവിടെയൊക്കെ മരുന്നുണ്ടാക്കുന്ന കമ്പനിയൊക്കെ അടച്ചു. ഹോസ്പിറ്റലിൽ ഒ പി നിർത്തി. വെച്ചാൽ പലയിടത്തും ആയുർവേദം അവിടെ ഒ പി നിർത്തിയോ? ഞാൻ നിർത്തി ഇവിടെ. കാരണം 4 പുറം ആൾക്കാർ മുഴുവനെ കോവിഡുകാരാണ്.
നിർത്തേണ്ടി വന്നു 3 ദിവസമായിട്ട്. ഭഗവാനെ. അത്രയും ഭയാനകമാണ്. നമ്മുടെ കമ്പനിയിൽ പണിയെടുക്കുന്ന ആൾക്കാരെ വീട്ടിലൊക്കെ വന്നു കൊണ്ടിരണം. അവരൊന്നും ഈ പറഞ്ഞ കേൾക്കില്ലേ. ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ സംഭവം വെച്ചാൽ നമ്മൾ പറഞ്ഞൊന്നും അനുസരിക്കില്ല. അവർ തോന്നിയെന്തേ കാണിക്കും. ഒക്കെ മാറിയിട്ട് വന്നാൽ മതി പറഞ്ഞില്ല, ഒക്കെ അടച്ചു. ഇനി നമ്മള് നിമിത്തം സ്പ്രെഡ് ചെയ്യാതെ ആയിട്ട് കൊടുക്കണ്ട. പറഞ്ഞാൽ കേട്ടില്ലെങ്കിൽ ഇതല്ലേ മാർഗം. നമ്മൾ മിണ്ടാണ്ടി വേറെ പണികൾ നോക്കാലോ. കുറെ ബുക്കുകൾ പ്രതിസംസ്കരിക്കുന്നുണ്ട്, അതൊക്കെ വായിച്ചു നോക്കി എന്തെങ്കിലും എഴുതുകയൊക്കെ ചെയ്യാലോ. കഴിഞ്ഞ പോലെ അങ്ങനെ കുറെ എഴുതി, സിലബസ് ഉണ്ടാക്കി, കുറെ കാര്യങ്ങൾ ഉണ്ടാക്കി, കുറെ എഴുതി. 5-6 മാസത്തെ മെനക്കെട്ടു. നമ്മൾ ശരിക്ക് ഈ ലോക്ക്ഡൗൺ ഉപയോഗിച്ചു. അത് തന്നെയാണ്, ലോക്ക്ഡൗൺ ആണ് ഇപ്പൊ ഇവിടെ 2-3 ദിവസമായിട്ട്. അതൊക്കെ ശരിക്കും ഉപയോഗപ്പെടുത്താണ് ഈ സമയം. സ്വസ്ഥമായി എഴുതും വായിക്കുകയൊക്കെ ചെയ്യാനും അത് ഇനിയിപ്പോ എന്താന്ന് വെച്ചാൽ ഈ സമയമില്ലായ്മ ഒരു കാര്യമാണ്. അപ്പോഴേക്കും ഒരു ഫോൺ വരും, ഒരു രോഗി വരും, ബുദ്ധിമുട്ടാവും. അപ്പൊ അറിയാണ്ട് വരുന്ന ആൾക്കാരെയൊക്കെ നോക്കി വിടും, ഫോൺ ചെയ്ത് വരുന്നവരോടൊക്കെ. പിന്നെ ഒക്കെ ഈ വാഹനങ്ങളൊന്നുമില്ല, ഓടുന്നില്ല. ഈ കണ്ടെയ്ൻമെന്റ് സോൺ ഒക്കെയാണ് പലയിടത്തും. അതുകൊണ്ട് വളരെ കഴിഞ്ഞ കൊല്ലം അത്ര ഉണ്ടായിരുന്നില്ല, ഇക്കൊല്ലം ഭയങ്കര കൂടുതലാണ്. നിർത്തിയില്ല, എന്താ ചെയ്യാൻ. ഒരു 2 ആഴ്ച കഴിയുമ്പോൾ ഒന്ന് കമ്മിയാവും. അപ്പൊ തന്നെ കമ്മിയായി, 2 ദിവസം കൊണ്ടൊന്ന് കമ്മിയായി. വരുന്ന ആൾക്കാരാണ്, സ്പ്രെഡ് ചെയ്ത് പോവാണ്. ഇവിടെ ഇലക്ഷനൊക്കെ അല്ലായിരുന്നു, ഇലക്ഷൻ പൂരങ്ങളൊക്കെ ആയിരുന്നു. അതിൽ കുറച്ച് പൂരങ്ങളെ മിങ്കിൾ ചെയ്ത് പോയി. പിന്നെ ആഹാരത്തിൽ ഒരു ഇല്ല ഇവിടെ. ഏറ്റവും കൂടുതൽ നോൺ വെജും ബ്രോയിലർ ചിക്കനും എഗ് ഉപയോഗിക്കുന്ന രാജ്യമാണ് കേരളം. പക്ഷെ വൈറസിന്റെ 3ാമത്തെ രൂപം വരുന്നുണ്ട് എന്ന് പറഞ്ഞൊരു ന്യൂസ് ഉണ്ട്. അത് ഭയാനകമാണത്. ഭയാനകമാവുന്നതാണ്. ഇതിനേക്കാൾ വിപത്തുണ്ടാക്കുന്നതാണ് കേൾക്കുന്നത്. അതിനെ നുള്ള രോഗപ്രതിരോധ ശേഷി ശരീരത്തിന് വർദ്ധിപ്പിച്ചേ മതിയാകൂ. ഇത്രയും കണ്ടതും ഇവര് പഠിക്കില്ല. അതാണ് ഇതിന്റെ കാര്യം. അപ്പോ പ്രത്യേകിച്ച് കേരളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അക്ഷരാഭ്യാസം ഉണ്ടെന്നുള്ള വിവരമില്ല, വിദ്യാഭ്യാസം ഉണ്ട്, വിവരമില്ല. അതാണ് കാര്യം. ദൃഷ്ടാന്തം ഉണ്ടെങ്കിലാണ് ഒരു ഫോഗിങ് പറഞ്ഞു പല സ്ഥലത്തും. ഫോഗിങ് പുകയ്ക്കുക, അവരായ ധൂമലായ പുകയ്ക്കുക. പുകച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് അണു നശിക്കാൻ അതിലൊരു തെളിവില്ല, തെളിയിക്കപ്പെട്ടിട്ടില്ല എന്നാണ്. അതിനെ എതിർക്കണ ഒരു വിഭാഗം ഉണ്ട് ഇവിടെ. അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ തെളിയിക്കപ്പെടാൻ പറ്റുമില്ല. ലാബിൽ തെളിയിക്കാൻ പറ്റില്ലല്ലോ. ഇപ്പോ ചെണ്ട കൊട്ടിയാലോ എങ്ങനെയാണ് ഈ അണു നശിക്കുക? വിഷം വാദ്യസ്യ ശബ്ദേന ഹി യാന്തി നാശം വിഷാണി ഘോരാണ്യപി യാനി സന്ധി എന്ന് പറയുന്നുണ്ട്. അപ്പൊ വാദ്യത്തിന്റെ ശബ്ദം കൊണ്ട് എങ്ങനെയാണ് വിഷം ശമിക്കുക, വൈറസ് പോവാന്നൊന്നും ഇവർക്ക് അത് പരീക്ഷിച്ച് നോക്കാം. അത് പരീക്ഷിക്കാനുള്ള ലാബില്ലല്ലോ. ശബ്ദ തരംഗങ്ങള് ഈ മൈക്രോൺ ലെവലിനെ ഒരു ഏകീകൃത സ്വഭാവം ഉണ്ടാക്കും തരംഗങ്ങൾ. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിഷ്ക്രിയമാകും, ഔട്ടർ ലെയറിന് മാറ്റങ്ങൾ വരും. അത് സൂക്ഷ്മതമമാണ്, കണ്ണുകൊണ്ടൊന്നും കാണാൻ പറ്റാത്തതാണല്ലോ. അത് ബോഡിയിൽ കയറാണ്ട് അതിന് എഫക്ട് ചെയ്യാനും പറ്റില്ല. ഇവരും പ്രോട്ടീനിൽ പെട്ട സാധനങ്ങളാണോ. അപ്പൊ എങ്ങനെയായാലും അത് എന്തു തന്നെ ആയാലും അത് കണ്ടവരില്ല, എന്നാ വൈറസ് എന്ന് കേട്ടിട്ടുണ്ട്. അതിങ്ങനെ അവർ വിശ്വസിക്കണം. അത് ഈ ലാബിൽ ടെസ്റ്റ് ചെയ്താലേ അത് ശാസ്ത്രമാകുള്ളൂ. ശരി, മറ്റു അന്ധവിശ്വാസമാണ് എന്ന് പറഞ്ഞാൽ വൈറസിനെ ഇവർ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, അതും അന്ധവിശ്വാസം തന്നെ. ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഇതും ടെസ്റ്റ് ചെയ്യാനായിട്ടാണല്ലോ, നമ്മൾ പരീക്ഷിക്കാനായിട്ടാണ്. പരീക്ഷിച്ച് കഴിഞ്ഞപ്പോഴത്തെ നമുക്ക് അനുമാനിക്കേണ്ട പലതുണ്ട്. നമുക്ക് കാണാൻ പറ്റില്ലെങ്കിൽ അനുമാനിക്കണം. കർമ്മഭിസ്തു അനുമീയന്തേ നാനാ ദ്രവ്യാശ്രയ ഗുണ എന്നൊക്കെ അനുമാനം വേണം. അനുമാനം കൊണ്ടാണ് ഇതെല്ലാം ശാസ്ത്രം. അനുമാനം ഇല്ലെങ്കിൽ ശാസ്ത്രമില്ല. എല്ലാ ശാസ്ത്രത്തിനും ഉറവിടം അനുമാനമാണ്.
ഞങ്ങളൊക്കെ അനുമാനത്തിന് തെറ്റാന്ന് തെളിയിക്കാൻ വേണ്ടി കുറെ മെനക്കെട്ടുണ്ട് പഠിക്കുന്ന കാലത്ത്, പക്ഷെ സാധിച്ചില്ല. എന്നാണ് പറയാ യഥാമഹാൻ സമയം. അത് തെറ്റല്ല, അനുമാനമാണ്. അനുമാനം തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അനുമാനം തെറ്റാൻ സ്ഥാപിച്ച ശാസ്ത്രം മുഴുവൻ തെറ്റായി സംഭവിക്കുന്നില്ല. അതാണ് ഇവിടുത്തെ. വേറൊരു ചോദ്യം ഉള്ളത്, ഡിഫറെന്റ് ടോപ്പിക്കാണ് ഡോക്ടർ ജി, പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഈ കോവിഡ് ടൈമില് ഞാൻ ഇവിടെ കഴിഞ്ഞ കൊല്ലോട് വന്നപ്പോൾ ചെയ്തിരുന്നതാണ്. അതിപ്പോൾ നമ്മളിപ്പോൾ അത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും തോന്നുന്നു. ഈ പ്രാണായാമം ചെയ്ത് ഈ ശ്വാസത്തിന്റെ ആ ബാലൻസ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പിന്നെ അത് ലങ്സിന്റെ സ്ട്രെങ്ത് ഇംപ്രൂവ് ചെയ്യുന്നതിന്റെയും മൊത്തത്തിലുള്ള ഒരു വെൽബീയിങ്ങിന്റെയും ഗുണം വലിയൊരു ടോപ്പിക്കാണെന്നറിയാം. ഓംകാരം പ്രാണായാമം എന്നൊക്കെ പറയുന്നത്. അതും മനസ്സിലായില്ല, എന്താണ് പ്രാണായാമം? അതെ, ഈ പ്രാണായാമത്തിന്റെ ശരിയായിട്ടുള്ള ഗുണങ്ങള് ആയുർവേദത്തിൽ പറയുന്നുണ്ടോ? ആയുർവേദത്തിൽ അത് ഈ പതഞ്ജലിയുടെ യോഗസൂത്രാണ്. അതിൽ പറയുന്നതാണ് പ്രാണായാമം. ഈ അഷ്ടാംഗ യോഗത്തിൽ വരുന്നതാണ് പ്രാണായാമം. അത് പ്രാണനെ നിയമനം ചെയ്യാണ്. അത് ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടും, ശ്വാസകോശത്തിന്റെ ശക്തി കൂട്ടും. തൽഫലമായിട്ട് ശ്വാസകോശത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളൊന്നും വരില്ല. പ്രത്യേകിച്ച് ഈ ഇപ്പോഴത്തെ സാംക്രമിക രോഗങ്ങളൊന്നും വരില്ല. വേണ്ടതിന് സ്വീകരിച്ച് വേണ്ടാത്തിന് കളയുമല്ലോ വിശ്വാസത്തിൽ കൂടെ. അപ്പൊ ലങ്സിന്റെ കപ്പാസിറ്റി കൂട്ടും, ആസ്തമ ഉണ്ടാക്കില്ല, ന്യൂമോണിയ ഉണ്ടാക്കില്ല, അങ്ങനെ കുറെ രോഗങ്ങളെ നമുക്ക് തടുക്കാൻ സാധിക്കും പ്രാണായാമം കൊണ്ട്. അപ്പോൾ കഫം ഉണ്ടാക്കില്ല. അപ്പോൾ കഫം ഉണ്ടാക്കില്ല പറഞ്ഞാൽ തന്നെ തൽഫലമായിട്ട് ഈ ന്യൂമോണിയ വരില്ലല്ലോ. പ്രാണായാമം ശീലിക്കുന്ന ആൾക്കാർ ഈ രോഗം ബാധിക്കില്ല. കൃത്യമായിട്ട് ബാധിച്ചാൽ തന്നെ തീവ്രത കുറയും. അത് അനുഭവം ഉള്ളതാണ്. ഇവിടെയൊക്കെ കണ്ടിട്ടുണ്ട്, അവിടെയും കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ? പ്രാണായാമം ശീലിക്കുന്നവർക്ക് അങ്ങനത്തെ രോഗങ്ങൾ. അതെ, പ്രാണായാമത്തിന്റെയും ഓംകാരത്തിന്റെ അഷ്ടാംഗയോഗത്തിൽ പറയുന്നത് വളരെയധികം പറയുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അത് എന്തെങ്കിലും വഴിക്ക് ആയുർവേദത്തിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ എന്ന് നോക്കുമായിരുന്നു. അത് അതേപോലെ ഭ്രമരി പ്രാണായാമം ബ്രെയിനിലുള്ള ആ വൈബ്രേഷന് മാറ്റം വരുത്തും. ഒരു മന്ത്രജപം കൊണ്ട് ആ ഭാഗത്തുള്ള ഈ മോളിക്കുലാർ ചേഞ്ച് അല്ലെങ്കിൽ ഈ മൈക്രോൺസിന്റെ ചേഞ്ചസ് വരും ജപം കൊണ്ട്. വാദ്യങ്ങളെ കൊണ്ട്, ഇടക്ക കൊണ്ട്, പെരുമ്പറ കൊണ്ട്. അതാണ് ദുന്ദുബി സുന്നിയും പറയുന്നത്. പ്രാണായാമം മാത്രമല്ല, ഈ ഓങ്കാരം കൊണ്ടും വരും. ഓങ്കാരം ജപത്തെ ശബ്ദമാണ്, സൗണ്ടാണല്ലോ. അത് പഞ്ചമസിദ്ധാന്തത്തില് പറയുന്നതാണ്. പഞ്ചദശി വായിച്ചു നോക്കിയിട്ടുണ്ടോ? ഇല്ല, പഞ്ചദശി ഞാൻ വായിച്ചിട്ടില്ല. അത് ഏതിലത്തെയാണ്? അത് ആയുർവേദത്തിലെ പഞ്ചദശി? അത് ശങ്കരാചാര്യ സ്വാമികളെയാണ്. പഞ്ചദശി പറഞ്ഞാല് ഇപ്പോ ജ്ഞാനാനന്ദ സരസ്വതി ഒരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ടായിരുന്നു പഞ്ചദശിയുടെ. ശരി. ഇപ്പോ അത് ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. ഇതാണ് അതിന്റെ ബുക്ക്, പഞ്ചദശി. ചെറിയൊരു പുസ്തകമാണ്. ആരാണ് ഓഥർ? ആരാണ്? ജ്ഞാനാനന്ദ സരസ്വതി. ഓഥറല്ല, വ്യാഖ്യാതാവ് ജ്ഞാനാനന്ദ സരസ്വതി. ഇദ്ദേഹം ഉണ്ടാവില്ല കേട്ടോ? സ്വാമി ജ്ഞാനാനന്ദ സരസ്വതി. അപ്പൊ പഞ്ചദശി ശരിക്ക് സാധാരണഗതിയിൽ ഈ വേദാന്തമൊക്കെ പഠിക്കുമ്പോൾ അത് ഉറപ്പാക്കാൻ വേണ്ടി പഠിക്കേണ്ടതാണ്. ആയുർവേദത്തിലും വരുന്നത് ഈ മൗലിക സിദ്ധാന്തങ്ങൾ പഠിക്കുമ്പോൾ പഞ്ചദശി വരും. പഞ്ചീകരണം എന്ന് പറയും. പഞ്ചഭൂതങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ പഞ്ചദശി വരും. പഞ്ചീകൃത സ്വഭാവം വരും. പഞ്ചീകരണം പഞ്ചഭൂതമാണല്ലോ അത് മുഴുവൻ വരുന്നത്. പുതിയ തേജോ വായു ആകാശങ്ങൾ, ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ, ഭൗതിക അഭൗതിക ഭേദങ്ങൾ ഒക്കെ കൃത്യമായിട്ട് നമുക്ക് അടിയുറക്കണമെങ്കിൽ പഞ്ചദശി പഠിക്കണം. അതൊരു സെക്കൻഡറി എഡ്യൂക്കേഷനിൽ പെട്ടതാണ്, പ്രൈമറി അല്ല.
അത് പഠിച്ചാലാണ് ഈ പഞ്ചഭൂത സിദ്ധാന്തവും ത്രിദോഷ സിദ്ധാന്തവും രസഭേദിയും ഒക്കെ കൃത്യമായിട്ട് രസങ്ങൾ 10ാം അധ്യായമൊക്കെ മനസ്സിലാവണമെങ്കിൽ പഞ്ചദശി പഠിക്കും. നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവുള്ളൂ. ഇത് പ്രൈമറിയാണ്. ഒരു മധുരം, പഞ്ചസാര, മധുരം എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തൊക്കെ ഭൂതങ്ങളാണുള്ളത്? ക്ഷമ, അമ്പു. ക്ഷമായും അമ്പും. ക്ഷമ എന്ന് പറഞ്ഞാൽ ഭൂമി, അമ്പു പറഞ്ഞ ജലം. ജലവും ജലഭൂതവും ഭൂമിഭൂതവും ചേർന്നാണ് മധുരരസം എന്ന് പറഞ്ഞാല് ഈ 2 ഭൂതം ഒറ്റയ്ക്ക് നിലനിൽക്കില്ല. അപ്പൊ എല്ലാ ഭൂതവും ഇതിൽ കൂടെ വരും, മധുരത്തിൽ വരും. അതിനെ ഓരോന്നിന്റെ അനുപാതം എത്രയായിരിക്കും എന്നതാണ് പഞ്ചദശിയിൽ പറയുന്നത്. പഞ്ചീകരണ സ്വഭാവം. അതെ അതെ, ആ സാത്വികം രാജസികം താമസികത്തിന്റെ ഒരു ബാലൻസിങ് ആണ് അല്ലെ? അത് ഈ പഞ്ചഭൂതങ്ങളായിട്ടുള്ള ഒരു സാത്വിക രാജതാമസങ്ങൾ ഗുണങ്ങൾ, മറ്റു ദ്രവ്യത്തിന്റെ ഭൂതഘടന, ഭൂതഘടനയും പഞ്ചഭൂതങ്ങളുടെ മിക്സിങ്ങും മാച്ചിങ്ങും അല്ലെ? പഞ്ചഭൂതങ്ങളുടെ ഭൂതഘടനയും അതിന്റെ ദ്രവ്യത്തിന്റെ ഗുണമായിട്ട് രണ്ടും രണ്ടാണ്. 2 മാറ്റമുണ്ട്. 2 ഒന്നായിട്ട്. ഇത് പ്രൈമറിയാണ്. ഇത് സ്വാത്വികത്തിലും രാജസത്തിലും താമസം ഒരേപോലെ ഉള്ള ദ്രവ്യങ്ങളിലുള്ളതാണ് പഞ്ചഭൂത ഘടന, ഭൂതഘടന. ഭൂതമില്ലാണ്ട് ഒന്നും ഉണ്ടാകുന്നില്ല. അഭൗതികമായിട്ടുള്ള ഒക്കെ മാത്രമേ ഭൂതമില്ലാത്തുള്ളൂ. ഭൗതികമായിട്ടുള്ള ഒക്കെ ഭൂതമുള്ളത് തന്നെയാണ്. അതുകൊണ്ട് അതൊരു പഠനീയമായിട്ടുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. ഇവിടെ ഇപ്പൊ ഈ നമ്മുടെ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് വെറുതെ ഒരു ഡിഗ്രി ഉണ്ടാക്കാനും ഒരു കുറെ അഹങ്കാരികളെ സൃഷ്ടിക്കാനും കഴിഞ്ഞ അടുത്ത ക്ലാസ്സിലായാലോ? അതെ, വളരെ നന്ദി സേതുമാധവൻജി. ഭംഗിയായിട്ട് പണ്ഡിതോചിതമായ അങ്ങയുടെ അറിവ് ഞങ്ങൾക്ക് പകർന്നു തന്നതിന് വീണ്ടും വീണ്ടും നന്ദി. ഒരു ശാന്തി മന്ത്രം ചെല്ലാം. ഓം ദ്യൗ ശാന്തിരന്തരിക്ഷം ശാന്തി പൃഥ്വീ ശാന്തി രാപശാന്തി ഔഷധയ ശാന്തി വനസ്പതയ ശാന്തി വിശ്വേ ദേവാ ശാന്തി ബ്രഹ്മശാന്തി സർവഖം ശാന്തി ശാന്തിരേവ ശാന്തി സാമാം ശാന്തിരേതി. ഓം ശാന്തി ശാന്തി.